ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ബീഹാറിൽ 65 ലക്ഷം വോട്ടർമാരെയാണ് വോട്ടില്ലാത്തവരാക്കി മാറ്റിയത്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതും മറിച്ചാണ്. മൂന്നാം വട്ടവും ഭരണം പിടിക്കുകയെന്ന BJP ആവശ്യത്തിന് പാകമായ വിധത്തിൽ വ്യാപകമായി വോട്ടു ചേർക്കുന്ന രീതിയാണ് അന്ന് നടപ്പിലാക്കിയത്. തൃശ്ശൂർ മോഡൽ അതാണ്. തൃശ്ശൂരിന് പുറത്തുനിന്ന് നേതാക്കളെയും പ്രവർത്തകരെയും എത്തിച്ച് അവർക്ക് തൃശ്ശൂരിൽ വോട്ട് തരപ്പെടുത്തി. കരട് വോട്ടർ പട്ടിക വന്ന ശേഷം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനിടയിലുള്ള വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഫ്ളാറ്റുകളും പ്രവർത്തകരുടെ വീടുകളും BJP ഓഫീസുകളും കേന്ദ്രീകരിച്ച് അന്യദേശക്കാർക്ക് വോട്ടുണ്ടാക്കി. തൃശ്ശൂരുകാരായി കാട്ടി രേഖയുണ്ടാക്കി വോട്ട് തരപ്പെടുത്തി. LDFും UDFും കൊടുത്ത പരാതികൾ കമ്മീഷൻ പരിഗണിച്ചില്ല. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 10 വോട്ടുകൾ ചേർത്തു. അവിണിശ്ശേരിയിൽ ഒരു വീട്ടിൽ ചേർത്ത 17 വോട്ടർമാരുടെ രക്ഷകർത്താവ് പ്രാദേശിക BJP നേതാവ്. ഫോം നമ്പർ 6 പ്രകാരം 2024 ജനുവരിയിൽ 18 വയസ്സു തികഞ്ഞവർക്ക് അതേ വർഷം ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടു ചെയ്യാൻ അവസരമുണ്ടായിരുന്നു. ഫോം നമ്പർ 6 പ്രകാരം, അതായത് പക്ക കന്നി വോട്ടർമാർ 18 വയസ്സ് തികഞ്ഞവരാകണം എന്ന് പ്രത്യേകമുണ്ട്. അങ്ങനെയാണിവരെ കന്നി വോട്ടർമാരായി തന്നെ കണക്കാക്കാവുന്ന, അതാണ് ഫോം നമ്പർ 6. ഇതിലും ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നാണ് പുതിയ വിവരം. 79 വയസ്സും 80 വയസ്സ് പ്രായമുള്ളവരെയൊക്കെ ഈ വഴിക്ക് തൃശ്ശൂരിലെ വോട്ടർമാരാക്കിയതും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിജയസാധ്യതയുള്ള മണ്ഡലമെന്ന പ്രതീതി സൃഷ്ടിച്ച് അതിൻ്റെ മറവിൽ മണ്ഡലം പിടിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് BJP നടത്തിയതെന്നാണ് വ്യക്തമാകുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് SK സജീഷ്, CPIM, അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ, S നന്ദു, BJP വക്താവ്. ആദ്യം ഞാൻ ലാൽകുമാറിലേക്ക്, അഡ്വക്കേറ്റ് ലാൽകുമാർ, ഞാനിപ്പോൾ സൂചിപ്പിച്ച കാര്യങ്ങൾ അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തൃശ്ശൂർ മോഡലുമായി ബന്ധപ്പെട്ട് കള്ളവോട്ടുകളുടെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊക്കെ പലതരം വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങളാണ് ഞാൻ പരാമർശിച്ച് സംസാരിച്ചത്. ഈ പശ്ചാത്തലത്തിൽ ലാൽകുമാറിന് എന്തു തോന്നുന്നു? ചില കാര്യങ്ങൾ അതിൽ സൂചിപ്പിച്ചത്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നാലെ വരികയും ചെയ്യാം. ആമുഖമായി, പ്രാഥമികമായി. അല്ല, ആദ്യം തന്നെ ഈ വിഷയത്തിൽ ഈ MP ഒന്ന് സംസാരിക്കണമല്ലോ അല്ലേ? അദ്ദേഹം ഈ പറയുന്ന മാധ്യമങ്ങളെ കാണുമ്പം സിനിമ സ്റ്റൈലിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒളിച്ചു ഓടിക്കൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി കിട്ടാതിരിക്കുകയും ഞാൻ ആരാണ്, എന്നെ ആരാന്നാണ് കരുതിയത് എന്നൊക്കെയുള്ള വലിയ കമ്മീഷണർ സിനിമയുടെ പ്രേതഭൂത വിശാസികൾ അദ്ദേഹത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നു. ആ പ്രേതഭൂത വിശാസികൾ ആ രൂപത്തിലെങ്കിലും അദ്ദേഹം എന്തെങ്കിലും ഒരു ആൻസർ നമുക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു. കാര്യം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് ഒരു MP ആയ മനുഷ്യൻ പിന്നീട് അതിൽ നിന്ന് അടിസ്ഥാനത്തിൽ മന്ത്രിയായി. നോക്കൂ, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണലിസം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. പാകിസ്ഥാനിലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണലിസം ഇല്ല. അത് ഇല്ലാതാക്കുന്ന പ്രവർത്തികൾ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ആർമിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അവിടെയുള്ളത്. അതെ, അതിന് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നാണ് നമ്മൾ പറയുക. ആ കോൺസ്റ്റിറ്റ്യൂഷണലിസം അപ്ഹോൾഡ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ എല്ലാം ജോലിയാണ്, പൗരന്മാരുടെയും ജോലിയാണ്. അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ജയിച്ച് ആ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർ മറുപടി പറയണ്ടേ? ഒന്ന്. അത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിൽ, കുറ്റകരമായ വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് അറിയാനുള്ള ബാധ്യത, അത് ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചിട്ടില്ല എന്നുള്ള എക്സ്പ്ലനേഷൻ, ഇതെല്ലാം വേണ്ടേ? ഞാൻ ഇന്നലെ ഒരു ചർച്ച കേൾക്കുമ്പോൾ BJPയുടെ ഒരു പ്രതിനിധി, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇനിയും ചേർക്കും, ഇങ്ങനെയുള്ളത് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, ഒരിടത്ത് പേര് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരിടത്ത് പെർമനന്റ് ലാൽകുമാർ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നലത്തെ ഞങ്ങളുടെ ചർച്ചയല്ല, മറ്റൊരു ചർച്ചയിൽ വന്ന BJP പ്രതിനിധി പറഞ്ഞ വളരെ ചുരുക്കം 1-2 വാക്യങ്ങളൊന്ന് കാണാം. അതായത് ആ ചർച്ച കണ്ട ഈ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, BJP പ്രതിനിധി അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവ സ്വഭാവമുള്ളതല്ലേ, അതിനൊരു അഡ്മിഷൻ്റെ സ്വഭാവമില്ലേ, കുറ്റസമ്മതത്തിൻ്റെ സ്വഭാവമില്ലേ എന്നൊരു സംശയം ആ ചർച്ച കണ്ടേ ഒരാൾ ഉന്നയിച്ചു. ഞങ്ങളുടെ ചർച്ചയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചുരുക്കം വാക്യങ്ങളൊന്ന് കാണാം. അത് ലാലിന് അതേക്കുറിച്ച് ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് കൂടി സംസാരിക്കാൻ കഴിയും, അതുകൊണ്ടാണ്. ഒന്ന് കാണാം വളരെ വേഗം. സാധ്യതയുള്ള മണ്ഡലമായിരുന്നു. കൂടുതൽ സമയം ഞങ്ങളോട് ചെലവഴിച്ചു, കൂടുതൽ ആളുകളെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടു. അത് ഞങ്ങൾ അങ്ങനെ ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്. 3 വാക്യങ്ങളേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് ഈ
തൃശ്ശൂർ വിജയസാധ്യത സ്ഥിരമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ BJP സൃഷ്ടിച്ചെടുത്ത ഒരു നെറേറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരുന്നൊരു കാര്യം, ആളുകളെ എത്തിച്ചു, ഞങ്ങളത് ചെയ്തു എന്ന് ഈ കാലത്ത് ഈ സമയത്ത് പറയുന്നതിൻ്റെ ഒരർത്ഥത്തെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ ചെയ്യാൻ പാടില്ലാത്ത തരത്തിലേക്ക് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു, ഞങ്ങളത് ചെയ്തു എന്ന് അവിടെ പ്രതിനിധിയ ചർച്ചയിൽ പറയുകയും ചെയ്തു. ഇത് മുമ്പ് പറഞ്ഞതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അഡ്മിഷൻ്റെ കുറ്റസമ്മതത്തിൻ്റെ സ്വഭാവമുണ്ടോ? ഇത്തരം പല പ്രതികരണങ്ങളും പല നേതാക്കളിൽ നിന്ന് വരുന്നുണ്ട്. വി മുരളീധരൻ അടക്കം കള്ളയോട്ടുണ്ടെങ്കിൽ തന്നെ എന്നാൽ എന്താണ്, ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷമില്ലേ, അപ്പോഴും ഞങ്ങൾ ജയിക്കില്ലേ എന്ന് ചോദിച്ച തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണമുണ്ട്. മറ്റൊരു നേതാവ് പറഞ്ഞത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം അവിടെ അതെന്ത് തരം ജനാധിപത്യമാണ്, അവർക്കെല്ലാം തൃശ്ശൂരിൽ വന്ന് വോട്ട് ചെയ്യാം എന്ന തരത്തിലേക്ക് മറ്റൊരു നേതാവ് പറയുന്നത് കേട്ടു മറ്റൊരു ചാനലിനോട്. ലാൽകുമാർ. അല്ല, അതാണ് അവരുടെ ഒരു ലാർജർ നെറേറ്റീവിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് എ സീരിയസ് ഇഷ്യൂ. ആ സീരിയസ് ഇഷ്യൂ ആകുന്നതിന് കാരണം നോക്കൂ, നമുക്ക് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരാൾക്ക് തൃശ്ശൂർ പോയി അന്ന് അദ്ദേഹം അവിടെ പോയി വോട്ട് ചെയ്താൽ എന്താ പ്രശ്നം, ഓരോ വോട്ടറിലേ ചെയ്യുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ ധരിക്കാം. പക്ഷേ ആ ധാരണ തെറ്റാണ്. കാര്യം ഒരിടത്ത് നമ്മൾ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് പേര് വരണമെങ്കിൽ അവിടെ ഒരു പെർമനൻറ്റ് റെസിഡൻസ് ഉണ്ടാകണം. ആ പെർമനൻറ്റ് റെസിഡൻസ് മാത്രമല്ല, അയാൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരാൾ വന്നിട്ടുണ്ടെന്നിരിക്കും, ഇപ്പോൾ ഒരു ബംഗാളി വന്നു കേരളത്തിൽ താമസിക്കുന്നു, അയാൾക്ക് എന്തുകൊണ്ട് വോട്ടുണ്ടാകുന്നില്ല? ഹീ ഈസ് നോട്ട് ഹാവിങ് ദ ഇൻറ്റൻഷൻ ടു കണ്ടിന്യൂ ഹിയർ, അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ടു ഹാവ് പെർമനൻറ്റ് റെസിഡൻസ് ഹിയർ. അതാണ് ആ പെർമനൻറ്റ് റെസിഡൻസ് ഉണ്ടാകാനുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കാര്യം ഇല്ലാതെ ആണ് ഈ പല ആൾക്കാരും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഒഡീസയിൽ നിന്നും ബീഹാറിൽ നിന്നും മറ്റിടത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ വോട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പം ഇവിടെ വോട്ട് ചെയ്യാനായിട്ട് ഇപ്പം നോക്കൂ, തിരുവനന്തപുരത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന പോലെ തന്നെയുള്ളൂ ബീഹാറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു, അതിന് വലിയ മാറ്റമൊന്നുമില്ല. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ആ റെസിഡൻസുമായിട്ട് ബന്ധപ്പെട്ട ആ കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ ഒരു കാരണവശാലും ശരിയാകത്തില്ല. ഇതിനകത്ത് വലിയൊരു കോൺസ്പിറസി ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആ കോൺസ്പിറസി എന്താണ്? ആ കോൺസ്പിറസി ഇവർ വളരെ വലിയ രീതിയിൽ പ്ലാൻ ചെയ്ത് കുറേ ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുന്നു. അതുമാത്രമല്ല, വലിയൊരു ഓളം ഉണ്ടാക്കുന്നു. അതിനൊക്കെ ഉപരി നമുക്ക് കേരളത്തിൽ ആദ്യം തന്നെ BJP വളരെ ശക്തമായി പെർഫോം ചെയ്യാൻ പോകുന്ന ഒരു പ്ലേസ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. ശക്തമായി അവർ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യവും അത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ പ്രാവശ്യം നോക്കൂ, ഈ പറയുന്ന ടാക്റ്റിക്കൽ മൂവ് ഇങ്ങനെയുള്ള കാര്യം നടത്തിയിട്ടല്ല അവരുടെ അടുത്ത് ജയിക്കേണ്ടത്. അങ്ങനെ അല്ല വെച്ചാൽ നിങ്ങൾക്ക് കണ്ണൂരുള്ളിടത്തും അല്ലെങ്കിൽ കാസർഗോഡുള്ളത്തും ആൾക്കാർക്ക് വോട്ട് കുറവേ കിട്ടത്തുള്ളൂ, എന്നാൽ ബാക്കി അവരെ എല്ലാം കൂടെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന് വോട്ട് ചെയ്തേക്കാമെന്ന് പറഞ്ഞാൽ കള്ളത്തരം. അവിടെ കോൺസ്പിറസി എന്താ വരുന്നത്? ഇല്ലാത്ത സ്ഥലത്ത് ആളെ താമസിപ്പിക്കുന്നു. അവിടെ അങ്ങോട്ട് വീടുണ്ടോ? ഇല്ല. നാളുണ്ടോ? ഇല്ല. ഒന്നുമില്ല. ഇങ്ങനൊരു സ്ഥലത്തേക്ക് ആൾക്കാരെ കൂട്ടമായി കൊണ്ടുവന്ന് ഇല്ലാത്ത ഒരു മുറിക്കകത്ത് 80-85 പേരാണ് പല സ്ഥലത്തും നടന്നിരിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഞാൻ ആഡ് ചെയ്തൊരു കാര്യം പറയാം. നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവ് പരക്കാല പ്രഭാകരൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിനകത്ത് തൃശ്ശൂർ ഉണ്ടായിരുന്നു. നമ്മൾ ഓർത്താൽ മനസ്സിലാവും. ശരത്തേട്ടൻ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പരക്കാല പ്രഭാകരൻ പറഞ്ഞതിനകത്ത് തൃശ്ശൂരിലും ഈ അട്ടിമറി നടന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, രാജ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായിരുന്നെന്നും ഒരു കാരണവശാലും BJPക്ക് ഇത്രയും സീറ്റ് കിട്ടില്ല എന്നും അട്ടിമറി കൃത്യമായി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കുന്ന ആൾക്കാരിൽ ഒരാൾ പരക്കാല പ്രഭാകരനായിരുന്നു. അതുതന്നെയല്ലേ സത്യത്തിൽ സംഭവിച്ചത്? പ്രധാനമന്ത്രിയുടെ വാരണാസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം ഈ പറഞ്ഞ എൻറ്റയർ ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ഇലക്ഷൻ കമ്മീഷൻ നോക്കൂ എന്തൊക്കെയാണ് അവർ കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പോയിന്റ് നമ്മൾ വളരെ കെയർഫുൾ ആകേണ്ടതായിട്ടുണ്ട്. കാര്യം ഇവിടുന്ന് കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കുറേ സീറ്റ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അത് വളർച്ചയായി അവർക്ക് മാറ്റാനുള്ള അന്തരീക്ഷം ഉണ്ടാവും. പിന്നെ ഇവിടെ ഇപ്പം ഒരു ട്രെയിൻഡ് പൊളിറ്റീഷ്യൻ സുരേഷ് ഗോപി ഈ പറയുന്ന കമ്മീഷണർ സിനിമയുടെയും ഏകലവ്യൻ സിനിമയുടെയും ഈ ഭൂതപ്രേത പിശാചുക്കൾ അദ്ദേഹത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് ആൾക്കാർ ഇപ്പം തന്നെ മടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഒരു രാഷ്ട്രീയക്കാരനാണ് അത് ചെയ്യുന്നതെങ്കിൽ, പ്രവർത്തനം വളരെ നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ ഇതിനകത്ത് എത്രമാത്രം കോൺസിക്വൻസ് ഉണ്ടാവും, അതിൻ്റെ പൊളിറ്റിക്കൽ കോൺസിക്വൻസ് എന്തായിരിക്കും? അത് നമ്മൾ ജാഗ്രതയോട്, മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടി മാത്രമല്ല സമൂഹം ജാഗ്രതയോട് നിൽക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. കാര്യം ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ച് ഇത് മൊത്തത്തിലെടുത്ത് കളയാനായിട്ടുള്ള ഈ പറയുന്ന അവരുടെ വോട്ട് നിഷേധിക്കുക എന്നുള്ളതല്ല, അവർക്ക് അവരുടെ ലൊക്കാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ റീജിയനിലേക്ക് വിടേണ്ട ആവശ്യം നിർബന്ധമായിട്ടുണ്ട്. അതിന് കോൺഗ്രസ് ആയാലും CPM ആയാലും എല്ലാ പാർട്ടികളും ഒരുമിച്ചിരുന്ന് ചെയ്തില്ല എങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവും. അഡീഷണൽ ആയിട്ടൊരു കാര്യമുണ്ട്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ് ഇതിനകത്തൊരു ക്രിമിനൽ ഇൻറ്റൻറ്റോട് കൂടിയാണ് ഇവരിതിനകത്ത് പ്രവർത്തിച്ചിരിക്കുന്നത്. എനിക്കതിനകത്ത് ഒരു സംശയമില്ല. ആ ക്രിമിനൽ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത്
time and again, Okay. Supreme Court has held that it is the basic structure of the Constitution. എന്നുവെച്ചാൽ ഈ പറയുന്ന ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. എന്നുവെച്ചാൽ അടിസ്ഥാന മൂല്യങ്ങളുടെ ഭാഗങ്ങളിലൊന്നാണ്, അത് മാറ്റാൻ പറ്റാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ അട്ടിമറിച്ചാൽ ഒന്ന് നോക്കൂ, ഒരു ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ചോയ്സ്, ആ ചോയ്സിൽ തന്നെ അട്ടിമറി നടക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ജനാധിപത്യം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, അത് ഫങ്ഷനലാന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ വലിയ കെയർഫുൾ ആയിട്ടിരിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദു, ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നിരവധിയായ വിവരങ്ങളുണ്ട്. തൃശ്ശൂരുകാരല്ലാത്ത 10ഓളം ആളുകളെ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിനെ കാട്ടി വോട്ടർമാരാക്കി മാറ്റി. അതുപോലെ തന്നെ രാഷ്ട്രീയ വിമർശനമടക്കം വിവരങ്ങളടക്കം വന്നിട്ടുണ്ട്. വനിതാ കൗൺസിലർമാരടക്കം അവരുടെയൊക്കെ വീടുകളിൽ കാസർഗോഡ് നിന്നും മലപ്പുറത്തു നിന്നും ഒക്കെയുള്ള ആളുകളെ എത്തിച്ച് തൃശ്ശൂരിലെ വോട്ടർമാരാക്കി മാറ്റി. ഫോം 16 ഉപയോഗിച്ച്, അതായത് തെരഞ്ഞെടുപ്പ് നടന്ന 2024 ഏപ്രിലിന് മുമ്പ് അതേ വർഷം ജനുവരിയിൽ 18 വയസ്സ് തികഞ്ഞവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരമാണ് ഫോം 6. അതുപ്രകാരം അതിലും അടക്കം ഈ പറഞ്ഞതുപോലെ 79-80 വയസ്സ് തികഞ്ഞ ആളുകളെയൊക്കെ അതിലൂടെയുമൊക്കെ വോട്ടർമാരാക്കുന്ന വിധത്തിലേക്കുള്ള വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അവണിശ്ശേരി പഞ്ചായത്തിലേക്ക് പോയാൽ അവിടെ ഒരു വീട് കേന്ദ്രീകരിച്ച് 17 വോട്ട്. ആ 17 വോട്ടുകളുടെയും രക്ഷകർത്താവ് അവിടുത്തെ ഒരു പ്രാദേശിക BJP നേതാവാണ്. 20 മുതൽ 61 വയസ്സ് വരെയുള്ള സ്ത്രീകളടക്കമുള്ള ഒരു 17 പേരുടെ സംഘമാണ്. അതിലാണ് ഈ ഒരു രക്ഷകർത്താവ്, അതിൽ ഭർത്താവിൻ്റെയോ അച്ഛൻ്റെയോ പേര് എന്ന് രേഖപ്പെടുത്തിയ കോളത്തിൽ മറ്റുള്ളവർ എന്ന് രേഖപ്പെടുത്തി നൽകുന്ന വിധത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം മുമ്പ് ലാൽകുമാർ പറഞ്ഞതുപോലെ ഒരു എലക്ഷൻ ഫ്രോഡ് എന്ന നിലയിലേക്ക് ഈ വിഷയങ്ങൾ ഓരോന്നും വളരെയധികം ആളുകളിൽ സംശയം ജനിപ്പിക്കുന്ന സാഹചര്യങ്ങളല്ലേ. അന്നിങ്ങനെ നടന്നില്ലേ, ഇന്നിങ്ങനെ നടന്നില്ലേ എന്ന മറുപടിക്കപ്പുറം നിങ്ങളിപ്പോൾ നേരിടുന്ന ഈ ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ട ബാധ്യത BJPക്കില്ലേ? രാഷ്ട്രീയമായ ബാധ്യതയില്ലേ? ധാർമ്മികമായ ബാധ്യതയില്ലേ? നന്ദു, ചേട്ടാ, ഒരു കാര്യം ആദ്യം നിങ്ങളും കേരളത്തിലെ ഇടത് വലത് പാർട്ടികൾ മനസ്സിലാക്കേണ്ടത്, സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു, അതൊരു യാഥാർത്ഥ്യമാണ്. അത് തൃശ്ശൂരിലെ ജനത സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഒരു വിഷയത്തിനെ കാണേണ്ടത് എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ ഈ അവസരത്തിൽ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞ കുറേയധികം പ്രശ്നങ്ങൾ, കുറേയധികം വിഷയങ്ങൾ ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നു. അല്ല, ഞാൻ ഈ പറഞ്ഞത് പുതിയതാണ്, ഇന്നത്തെ വാർത്തകളിൽ. അതെ, അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്കും പറയാൻ ഒരുപാട് കൗണ്ടർ പോയിൻറ്റ്സ് ഉണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു DYFIയുടെ നേതാവിൻ്റെ നേതൃത്വത്തിൽ പൂങ്കുന്നത്ത് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട രണ്ട് ആൾക്കാരുടെ ചേർത്തതുണ്ട്. അതുപോലെ മറ്റു പല മണ്ഡലങ്ങളിലും ചേർത്ത കാര്യങ്ങൾ എനിക്കും പറയാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ രാജ്യത്തൊരു പ്രോസസ്സ് നടക്കുന്നു, ഇലക്ഷൻ കമ്മീഷൻ. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം BJP അല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ പണിയെടുക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ പണിയെടുക്കുന്നത് രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷന് ഡയറക്റ്റ് സ്റ്റാഫുകളില്ല. അവർ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൽ നിന്നാണ് സ്റ്റാഫുകൾ എടുക്കുന്നത്. അവരാണ് BLOമാരായിട്ട് ആക്ട് ചെയ്യുന്നത്. എല്ലാ പാർട്ടികൾക്കും അതത് സ്ഥലങ്ങളിൽ BLAമാർ എന്ന് പറയുന്ന ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്. സ്വാഭാവികമായും സുരേഷ് ഗോപിയെ അറിഞ്ഞുകൂടാത്ത അതിലൊരു പെശകൊണ്ട് കേട്ടോ, സംസ്ഥാന സർക്കാരിൽ നിന്ന് എടുക്കുന്നതാണ് നന്ദു പറഞ്ഞാൽ അതിലൊരു ദുസൂചനയുണ്ട്. എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയിലാണ് അണ്ടറിലാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ വരുന്നത്. മാത്രമല്ല ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ഇതെല്ലാം അനുമതി വാങ്ങിച്ചു മാത്രമേ ചെയ്യാൻ കഴിയൂ. പൂർണ്ണമായും അവരുടെ ഉത്തരവാദിത്വവും മേൽനോട്ടവും ഇലക്ഷൻ കമ്മീഷൻ. ഇനി ഞാനൊന്ന് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് BLOമാരായി വരുന്നത് എന്നുള്ളത് തന്നെയാണ് ഞാൻ അങ്ങനെ കൊടുത്ത BLOമാർ കൊടുത്ത റിപ്പോർട്ടിനെ പോലും പരിഗണിച്ചിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞു വാർത്തയായി വന്നതാണ്. ചേട്ടാ, ഇത്തരത്തിൽ ചേട്ടൻ ഒരു ജനാധിപത്യത്തിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഒരു വാക്ക് പോലും താങ്കൾ നിങ്ങളാണ് സമാധാനം പറയേണ്ട ആളുകളായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് താങ്കൾ എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഫാക്സ് മാത്രം വെച്ച് തരുന്നു, നിങ്ങൾ അതിൽ മറുപടി പറയുന്നത് കേൾക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. BLOമാരെ ഞാൻ പറഞ്ഞല്ല നന്ദു, BLOമാരെ കുറിച്ച് താങ്കൾ പറഞ്ഞു. BLOമാർ തന്നെ ഈ സാഹചര്യങ്ങൾ അതേതാണ്? പൂങ്കുന്നത്തെ പ്രസന്ന അശോക് ക്യാപിറ്റൽ വില്ലേജ് 4C ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്നാണ് 9 വോട്ടുകളാണ്. അവർ പോലും അറിഞ്ഞിട്ടില്ല. BLO അഡ്മിറ്റ് ചെയ്തു ഇത് അദ്ദേഹത്തിന്റെ ചുമതല അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് എന്ന്. ഞാനത് മാത്രമാണ്. അല്ല, അതിനകത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ അങ്ങനെ ഒരു താങ്കൾ പറയുന്ന വാദമാണ് ശരിയെങ്കിൽ എനിക്ക് ആ വാദത്തെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായിട്ടുള്ള അറിവില്ല. ആ വാദം ശരിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് BLOയെ ആ സ്ഥലത്തുള്ള BLAമാരുണ്ടായിരുന്നു, CPMൻ്റെയും കോൺഗ്രസിൻ്റെയും BLAമാരുണ്ടായിരുന്നു. അവർ BLO ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടും അവരുടെ വോട്ടർ പട്ടികയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതല്ലേ ഇതിന്റെ സൂത്രപ്പണി. കരട് വന്ന് അന്തിമ പട്ടിക വരുന്നതിന് ഇടയിലുള്ള വളരെ ചുരുക്കം സമയം എന്ന് വെച്ചാൽ നേരിട്ട് ഇലക്ഷനിലേക്ക് പോകുന്നതിന്റെ ആ പീക്ക് ടൈമിലാണ് ഈ കളി നടക്കുന്നത്. അവിടെയാണ് പരാതികൾ സ്വീകരിക്കാനോ ഗൗരവിക്കാനോ
തയ്യാറാകാത്തത്? LDF UDF പരാതി ശരത്തേട്ടാ, ഇനി ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞു. നിങ്ങൾക്ക് ഒരു ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെയും അതുപോലെ തന്നെ ഇലക്ഷൻ റൂൾസും അനുസരിച്ച് സെക്ഷൻ 20-ഉം 3B ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കോടതികളിലേക്ക് പോകാൻ 30 ദിവസത്തെ സമയമുണ്ട്. എപ്പോഴാണ്? ഇലക്ഷൻ കഴിഞ്ഞ് 30 ദിവസം. സ്വാഭാവികമായി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കരട് വോട്ടർ പട്ടിക വന്നതിന് ശേഷം ഞങ്ങൾ അല്ലെങ്കിൽ ഒരു സൂത്രപ്പണിയിലൂടെ ഇതൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ ഈ തെളിവുകളൊക്കെ ഉണ്ടല്ലോ. അതായത് നിങ്ങളുടെ BLO കണ്ടെത്തിയല്ലോ ഈ 9 പേർ അവിടെ വോട്ട് ചെയ്തു അല്ലെങ്കിൽ കൃത്രിമമായിട്ടാണ് അവരെ ചേർത്തത്. അങ്ങനെയാണെങ്കിൽ ഈ 9 ദിവസം ഈ ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ ദ വെരി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ പോട്ടെ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് BLOയുടെ ഒബ്ജക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽകുമാർ ഇന്നിപ്പോൾ അദ്ദേഹം കേസ് കൊടുക്കാനും അതിനും ഇതിനൊക്കെ ഓടി നടക്കുന്നതിന് പകരം അന്ന് കൊടുക്കാൻ പോകാമായിരുന്നല്ലോ. അന്ന് എന്തുകൊണ്ട് അദ്ദേഹം അതിന് തയ്യാറായില്ല? അത് ആദ്യത്തെ ചോദ്യം. അപ്പൊ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ജനങ്ങളുടെ അത്തരം സംശയങ്ങൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഈ എതിർപക്ഷത്ത് നിന്ന് ഇത്തരത്തിൽ ചെളിവാരി എറിയുമ്പോൾ അവർക്കും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള യഥാർത്ഥ ഇഷ്യൂ എന്താണ്? ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളൊരു പത്രസമ്മേളനമാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. രാഹുൽ ഗാന്ധി പറഞ്ഞ ആ പത്രസമ്മേളനത്തകത്ത് തന്നെ ഒരുപാട് ബ്ലണ്ടറുകളും ഒരുപാട് അസത്യങ്ങളും ഉണ്ട്. ഞാൻ ആ വാക്കുകൾക്ക് അപ്പുറത്ത് ഞാൻ അടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. കാരണം അദ്ദേഹം ആദ്യമായി കോട്ട് ചെയ്ത് അദ്ദേഹം 6 മാസം വലിയ റിസർച്ച് നടത്തി എന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ പാർട്ടി അവകാശപ്പെടുന്ന ആ റിസർച്ച് നടത്തി കൊണ്ടുവന്ന് പറഞ്ഞ പോയിന്റുകളിൽ തന്നെ ക്രമവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് രാജ്യത്തെ മീഡിയയും രാജ്യത്തെ ജനങ്ങളും ആ വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ക്രെഡിബിലിറ്റി എന്താണ്? രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ ക്രെഡിബിലിറ്റി. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ഇന്നും ഇന്നലെയുമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിനകത്ത് രാഹുൽ ഗാന്ധി ഇല്ല. തൃശ്ശൂരിനകത്തെ സ്പെസിഫിക് ഞാൻ പറഞ്ഞത് ഈ വിഷയം നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കാരണം ഇതായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു വാദം BJP ഈ നിങ്ങൾ പറഞ്ഞ പോയിന്റുമായി ബന്ധപ്പെട്ട് ഞാൻ അതിന് മുമ്പ് ചില ഇൻഫർമേഷൻസ് ആണ്, അതിനോട് നിങ്ങൾക്ക് യോജിപ്പൊക്കെ ഉണ്ടാകാം. അത് നിങ്ങളുടെ ചർച്ചകളിൽ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പം തന്നെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബീഹാറിൽ UP വോട്ടർമാർ അവിടെ തന്നെ നോക്കൂ, വാൽമീകി നഗർ മണ്ഡലത്തിൽ 5000-ൽ പരം UP-ക്കാരാണ് ബീഹാറിൽ വോട്ടർമാരായി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബീഹാറിൽ ഇപ്പോൾ തൃശ്ശൂർ നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ ബീഹാറിൽ ഒരു വീട്ടിൽ കമ്മീഷൻ കണ്ടെത്തി ഒരു വീട്ടിൽ 240 വോട്ടർമാരെ ചേർത്തിരിക്കുന്ന ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞാൻ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ അത് പറഞ്ഞു മാത്രം, പ്രേക്ഷകരുടെ മുമ്പാകെ വെച്ച ഇതിനകത്ത് സിമ്പിൾ ആണ് കാര്യങ്ങൾ. അത് കോടതിയിൽ വരട്ടെ, കോടതി തീരുമാനിക്കേണ്ട വിഷയമാണ്. വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഒരു എക്സസൈസ് ഇപ്പോൾ ബീഹാറിൽ നടത്തുന്നു. അപ്പോൾ നടത്തുന്ന സമയത്ത് ഞാനും താങ്കളും തന്നെ ആ ചർച്ചകളിൽ ഒരുമിച്ചിരുന്നവരാണ്. അപ്പോൾ അന്ന് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനവും ഇന്ത്യ സഖ്യം എന്നുള്ള നിലയിൽ അത്തരം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന സ്റ്റാൻഡ് എടുത്തുകൊണ്ടാണ് ബീഹാറിൽ, അതായത് ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷൻ ആ പറയുന്ന വോട്ടർ പട്ടിക, അതന്നെ വോട്ടർ പട്ടിക കോടതി ഇടപെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കും ബോധ്യമുണ്ട്. അത്തരത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്ന ഇടപെടലുകളെ പല സ്ഥലങ്ങളിലും എതിർക്കുകയും അത് മറ്റു സ്ഥലങ്ങളിൽ അത് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. വ്യാഖ്യാനവും വേണ്ട, വിട്ടേക്കൂ. ഞാൻ പറഞ്ഞത് പുതിയ മാധ്യമ വാർത്തകൾ മാത്രമാണ്. രണ്ടാമത്തേത് ഒരു നിമിഷം ഞാൻ പിന്നെ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് പോകാം. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇപ്പോൾ സുപ്രീം കോടതി ബീഹാറിന്റെ കാര്യത്തിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തു കഴിഞ്ഞു. ആധാരമായി 3 ദിവസത്തിനുള്ളിൽ പട്ടിക പ്രസിദ്ധീകരിക്കണം. മരണത്തിന്റെ പേരിൽ മരിച്ചു എന്നതിന്റെ പേരിൽ ഒഴിവാക്കിയവരുടെ പേര് പ്രസിദ്ധീകരിക്കാൻ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് പറയുന്ന നിലയിൽ കോടതി പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. ഞാൻ തൃശ്ശൂരിലേക്ക് തന്നെ തിരിച്ചു വരുന്നു നന്ദു. ഞാൻ ശ്രീ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ പാർട്ടിയെ കുറിച്ച് എല്ലാവരും ചേർന്ന് പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ, അതിൽ 1-2 കാര്യങ്ങൾ ചെറിയൊരു ക്ലാരിറ്റി അല്ല. അടുത്ത് CPM-ന്റെ അദ്ദേഹം അത് പറഞ്ഞോട്ടെ, എനിക്കതിൽ വിരോധമില്ല. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകനായി വന്നിരുന്ന ശ്രീ ലാൽ സാർ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയൊരു ക്ലാരിറ്റി എനിക്ക് വരും. അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ എൻ്റെ പാർട്ടിയെ നിങ്ങൾ ഡിഫെയിം ചെയ്ത് അങ്ങ് പോകും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് BJP-യും അല്ലെങ്കിൽ BJP തൃശ്ശൂരിൽ എന്തോ ഒരു മാനിപ്പുലേഷൻ കാണിച്ചിട്ടാണ് ഈ കാര്യങ്ങളിൽ വിജയം കൊയ്തത് എന്ന് പറഞ്ഞു വെക്കാനാണ് രാഷ്ട്രീയ ഭേദമെന്ന് എല്ലാവരോടും ഒരുമിച്ച് നിൽക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 4 ബൂത്തുകളിൽ കേരളത്തിൽ റീപോളിംഗ് നടന്നു.
ഈ 4 ബൂത്തുകളിൽ തൃശ്ശൂരിൽ മണ്ഡലങ്ങളൊന്നുമില്ല, തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളൊന്നും തന്നെ ഇല്ല, ഈ പറയുന്ന ആറ്റിങ്ങലിലെ മണ്ഡലങ്ങളൊന്നും തന്നെ ഇല്ല, ആലപ്പുഴയിലെ മണ്ഡലം അത് വന്നില്ല. അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഇതാ ചേട്ടൻ കുഴപ്പം. അല്ല ഇതൊരു ജനാധിപത്യ രീതിയല്ല. ഞാനൊരു ചർച്ചയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ ഞാനൊരു ചർച്ചയ്ക്ക് നിങ്ങൾ വിളിച്ചിട്ടാ വന്നത്. അപ്പൊ എനിക്ക് ഞാൻ പറയുന്ന ഞാനൊന്ന് പറഞ്ഞോട്ടെ ശരത്തേട്ട, ഞാൻ പറയുന്ന ഓരോ പോയിന്റിലും ശരത്തേട്ടൻ തുടക്കം മുതൽ ഇടപെടുകയാണ്. എന്താണ് സാങ്കേതികമായ വോട്ടെടുപ്പ് നടക്കുന്നു, ആ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കം വരുന്നിടത്താണ് റീപോളിംഗ് വരുന്നത്. ഇത് പറഞ്ഞതുപോലെ സിമ്പിൾ ആയിട്ടുള്ള തർക്കമല്ല. എന്താണ് തർക്കം? തർക്കം വന്നത് എവിടെയാണ്? കല്യാശ്ശേരിയിൽ ഒരു ബൂത്തിൽ തർക്കം വന്നത് എന്തെങ്കിലും നിങ്ങളുടെ BLA കാണിച്ചു കൊടുക്കുന്ന ആ പറയുന്ന ചിഹ്നത്തിലെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വോട്ടെടുപ്പിൽ നിങ്ങൾക്ക് കാണിക്കാം, വോട്ടെടുപ്പിൽ CPM-ന് ബൂത്ത് പിടിക്കാം, വോട്ടെടുപ്പിൽ CPM-ന് ഈ പറയുന്ന മിസ്മാനേജ്മെന്റ് ചെയ്യാം. അതിനെല്ലാം ഞങ്ങൾ അപ്പൊ നിങ്ങൾക്കൊരു അല്ലല്ല അതാ ഞാൻ പറഞ്ഞത് ശരത്തേട്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ശരത്തേട്ട ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്ന മാനിപ്പുലേഷൻ തൃശ്ശൂരിൽ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോകണമായിരുന്നു. നിങ്ങൾ അത് പോയിട്ടില്ല. അങ്ങനെ പോയ സ്ഥലങ്ങൾ CPM-ന്റെ പേരിലാണ് അത്തരം കള്ളവോട്ടുകൾ വന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. സജീഷ് നേരത്തെ തുടങ്ങിയത് തന്നെ നന്ദു അത് പറഞ്ഞാണ്. അപ്പോൾ സജീഷ് ഉണ്ടായിരുന്നില്ല. ഇതിൽ BJPക്ക് എടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വാദം അത് വളരെ സ്വാഭാവികവുമാണ്. കാരണം ഇത്ര വലിയ നിലയിൽ പൊളിറ്റിക്കലി കണ്ടസ്റ്റ് ചെയ്തൊരു മണ്ഡലത്തിൽ നിങ്ങൾ ഇത്രയൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നു, എന്നിട്ട് എന്തേ ഒരു തെരഞ്ഞെടുപ്പ് ഹർജി പോലും UDF-ഓ LDF-ഓ നൽകാതിരുന്നത് എന്ന് ഒരു പിടിവള്ളിയിലാണ് BJP നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് ഹർജി ഇല്ല എന്നതിൻ്റെ പേരിൽ പരിഗണിക്കാതിരിക്കേണ്ട വിഷയങ്ങളാണോ? അവിടെ വളരെ ആസൂത്രിതമായ തെരഞ്ഞെടുപ്പ് അട്ടിമറി വോട്ടർ പട്ടികയിലൂടെ നടപ്പാക്കിയിട്ടുണ്ടോ? അതിൽ വന്നിട്ടുള്ള പുതിയ വിവരങ്ങൾ ഞങ്ങൾ അങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങിയത്. അത് BJP ജില്ലാ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് വോട്ട് ചേർത്തത്, അല്ലെങ്കിൽ അവിടുത്തെ വനിതാ കൗൺസിലർമാരുടെ അടക്കം വീടുകൾ കേന്ദ്രീകരിച്ച് അന്യജില്ലക്കാരായിട്ടുള്ള നേതാക്കളും പ്രവർത്തകരും തൃശ്ശൂരിൽ വോട്ടർമാരായത്, ഫോം 6 സജീഷിനൊക്കെ നന്നായിട്ട് അറിയാമല്ലോ, എത്രയോ തെരഞ്ഞെടുപ്പുകൾ നിങ്ങളെല്ലാവരും അതിൻ്റെ നേതൃപരമായി പങ്കുവയ്ക്കുന്നതാണ്. ഫോം 6 കന്നി വോട്ടർമാർ 18 വയസ്സ് തികഞ്ഞവർക്ക് ആ വർഷം ജനുവരിയിൽ കന്നി വോട്ടർമാർ 18 വയസ്സ് തികഞ്ഞവർക്കും വോട്ട് ചെയ്യാൻ അവസരമൊരുക്കുന്ന ഫോം 6. അതിൽ തൃശ്ശൂരിൽ ഇന്ന് വന്നത് എന്താണെന്നറിയുമോ? 79 വയസ്സും 80 വയസ്സും കഴിഞ്ഞവരെയൊക്കെ ചേർത്തിരിക്കുന്നു. അപ്പോൾ വോട്ടർ പട്ടിക എന്നത് വ്യാപകമായ ക്രമക്കേടിലേക്ക് പുതിയ സാഹചര്യത്തിൽ ഗൗരവമായ അന്വേഷണത്തിന് സാധ്യമായ ഒരു വിഷയമായി മാറിയിട്ടുണ്ടോ സജീഷ്? BJPയുടെ വാദം നിലനിൽക്കുമോ? നിങ്ങൾ കേസ് കൊടുത്തില്ലല്ലോ, പിന്നെ പറയാൻ എന്ത് കാര്യം? ശ്രീ ശരത്ത്, ഇവിടെ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളെ പൊതുവൽക്കരിക്കാനും നിസ്സാരവൽക്കരിക്കാനുമാണ്. ഇവിടെ നമ്മുടെ രാജ്യത്തുടനീളം ഇപ്പോൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ ജനാധിപത്യം പൂർണ്ണമായി അട്ടിമറിക്കപ്പെടുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ആ ചർച്ച മാത്രമല്ല, ആ കാര്യത്തിൽ സുപ്രീം കോടതി വരെ ഇടപെടുന്ന സാഹചര്യത്തിലേക്കും വന്നിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷനോട് ബീഹാറിലെ കാര്യത്തിൽ മരിച്ച ആളുകൾ 22 ലക്ഷം പേരുടെ കാര്യം പുറത്തേക്ക് വിടണം, അതിന് പറ്റില്ല എന്ന് കമ്മീഷൻ പറഞ്ഞിട്ടും സുപ്രീം കോടതി അത് അംഗീകരിക്കുന്നില്ല. ജില്ലാടിസ്ഥാനത്തിൽ അത് പുറത്തുവിടണമെന്ന് പറയുന്നു. ആളുകളുടെ ലിസ്റ്റ് പുറത്തുവിടുന്നതിന് എന്താണ് തടസ്സമെന്ന് ചോദിക്കുന്നു. ഈ സാഹചര്യം ഒരു വശത്ത് മുന്നിൽ നിൽക്കുന്നു. മറ്റ് പലയിടങ്ങളിലും പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം വളരെ വ്യക്തമായ രീതിയിൽ സംഘടിതമായ രീതിയിൽ കള്ളവോട്ടുകൾ ചേർത്തതിൻ്റെയും വിജയം അട്ടിമറിച്ചതിൻ്റെയും എല്ലാം കാഴ്ച കാണാൻ വേണ്ടി കഴിയുന്നു. ഇവിടെ നമുക്ക് ഇപ്പോൾ പേര് പറയാൻ വേണ്ടി കഴിയുന്നത് BJPയുടെ നേതാക്കന്മാരുടേതോ അല്ലെങ്കിൽ അവർ നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാവുന്ന കാര്യങ്ങളോ ആണ്. പക്ഷേ ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ സുരേഷ് ഗോപിയുടെ വോട്ടിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വോട്ടിനെ കുറിച്ച് പറയുന്നത്. അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്ത് വോട്ട്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മറ്റൊരിടത്ത് വോട്ട്, ഇവിടെ ലോക്സഭയിലേക്ക് വേറൊരിടത്ത് വോട്ട്, ഇഷ്ടമുള്ളിടത്ത് വോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് BJPയുടെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ നിയമങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പൂങ്കുന്നത്തെ ഫ്ലാറ്റിലാണ് BJPയുടെ ഡ്രൈവറുടെ വോട്ട് കിടക്കുന്നത്. ആ ഫ്ലാറ്റിൻ്റെ ഉടമ പ്രസന്ന എന്ന് പറയുന്ന വ്യക്തി തന്നെ പരാതി വന്ന് തുറന്നു പറയുന്ന സാഹചര്യം വന്നു. ഇതിലെല്ലാം കൃത്യമായ പരാതി കൊടുത്തിട്ടുണ്ട്. LDF-ൻ്റെ അന്നത്തെ ഇലക്ഷൻ കമ്മിറ്റി കൺവീനറായിരുന്ന ശ്രീ KP രാജേന്ദ്രൻ കേസ് കൊടുത്തിട്ടുണ്ട്, UDF-മായി ബന്ധപ്പെട്ട ആളുകൾ കേസ് കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയൊക്കെ അന്ന് പരിഗണിക്കപ്പെടാത്ത സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ എന്താണ്, കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചിത്രം. ആ ചിത്രത്തെ ഇവരെങ്ങനെയാണ് മറക്കാൻ വേണ്ടി പോകുന്നത്? ഇവരേതാനും ചില വോട്ടുകൾ എന്നുള്ള രീതിയിൽ ഇതിനെ ചിത്രീകരിക്കാനാണോ ശ്രമിക്കുന്നത്? നമ്മൾ കാണേണ്ടത് ഇവരുടെ പ്രവർത്തകരെ ആദ്യം വളരെ ബൾക്കായി തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് വിനിയോഗിച്ചു.
അവർക്ക് കൊടുത്ത ചുമതല എന്ന് പറയുന്നത് കിട്ടാവുന്നിടത്തെല്ലാം വോട്ടുകൾ പല സ്ഥലത്തുനിന്നും ഉള്ളവരും ഇല്ലാത്തവരുമായ ആളുകളുടെ വോട്ട് കൂട്ടിച്ചേർക്കാനാണ്. അങ്ങനെയാണ് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ പേരിൽ വോട്ട് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അങ്ങനെയാണ് BJPയുടെ അവരുടെ കൗൺസിലറുടെ വീട്ടിൽ BJPയുടെ നേതാക്കന്മാരുടേത് ഉൾപ്പെടെയുള്ള വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അവരൊക്കെ അവിടുത്തെ സ്ഥിരം താമസക്കാരാണ്, അല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ വോട്ട് ചേർക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇവിടെ ഓരോ ബൂത്തിനകത്തുമാണ് അവർ ഈ പ്രക്രിയ നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 1200-ലധികം ബൂത്തുകൾ ലോക്സഭാടിസ്ഥാനത്തിൽ അവിടെയുണ്ട്. ഓരോ ബൂത്തിലും നമ്മൾ നോക്കൂ, ഇവിടെ 10, 15, 20, 17 എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഓരോ ഫ്ലാറ്റിലും ഓരോ സ്ഥലത്തുമായി ഇവർ കൂട്ടിച്ചേർത്തത്. അങ്ങനെ ഒരു ബൂത്തിൽ ഒരു 100ഓളം വോട്ടുകൾ ഇവർക്കിങ്ങനെ ചേർക്കാൻ വേണ്ടി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 1,20,000-ൽ പരം വോട്ടാണേ. അത്രയും വോട്ടാണ് ഇവർ വ്യാജമായി പലയിടത്തുനിന്നായി ചേർത്ത് വെക്കുന്നത്. ഇത് എവിടെയെങ്കിലും ഉള്ളതല്ല. ഇവർ നേതാക്കന്മാരുടെ പേരുകൾ നമുക്കറിയാവുന്ന സ്ഥലത്തും പ്രമുഖരുടെയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇത്രയും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ചുമതല കൊടുത്ത മറ്റു പലരും പലയിടങ്ങളിലായി ഈ കാര്യം നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ പ്രവർത്തനമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ഇവരിങ്ങനെ നടത്തുമ്പോൾ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യം അപകടകരമായ ഒരു സന്ധിയിൽ വന്നു നിൽക്കുകയാണ്. ഈ അപകടസന്ധിയിൽ നമ്മുടെ ജനാധിപത്യത്തിലെ, നമ്മുടെ ഭരണകൂടത്തിലെ എല്ലാ സംവിധാനങ്ങളെയും ഒരു ഫാസിസ്റ്റ് രീതിയിൽ ഇവർ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഫാസിസത്തിൻ്റെ പ്രത്യേകത അതാണ്. ഭരണകൂടം തന്നെ ഫാസിസമായി മാറുകയാണ്. അതിൽ ലെജിസ്ലേച്ചറിലേക്ക് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ പഴുതുകളിലൂടെ അധികാരത്തിലേക്ക് വരിക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ജനങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരിക. ആ ലെജിസ്ലേച്ചറിൽ പിന്നീട് നടക്കുന്ന നിയമനിർമ്മാണങ്ങളെല്ലാം എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയെയും കീഴ്പ്പെടുത്താനുള്ളതാണ്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എക്സിക്യൂട്ടീവ് പൂർണ്ണമായും ഇവർക്ക് വേണ്ടി ഭരണകൂട സംവിധാനങ്ങളെല്ലാം ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതിലൊന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഞാനൊരു സംശയം കൂടി ചോദിച്ചോട്ടെ. കാര്യങ്ങളെല്ലാം വരുന്നു. അപ്പോൾ ജുഡീഷ്യറിയെ പോലും അവർ ഒരു വശത്ത് കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അത് ഗൗരവമാണ്. രാജ്യമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ വിശാലമായ പ്രശ്നമാണ്. ഇപ്പോൾ ഈ തൃശ്ശൂരിലേത് മലയാളിക്ക് മുമ്പിലുള്ളൊരു വലിയ, ഇതുവരെ ഇങ്ങനെയുമൊക്കെ ചെയ്യാം, ഇങ്ങനെയും വളരെ, താങ്കളിപ്പോൾ പറഞ്ഞാൽ വളരെ ആസൂത്രിതമായി വളരെ വിപുലമായ തോതിൽ വോട്ട് ചേർക്കാം, വളരെ സ്വാഭാവികമായി ചെയ്യുന്നതിനപ്പുറം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ, ചെയ്യാമോ, ചെയ്തോ എന്നൊക്കെയുള്ള വലിയ ചിന്ത ആളുകളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ഇപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞത് സജീഷൊക്കെ ഒരുപാട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട ആളുകളാണല്ലോ. ഇത് സാധ്യമാകുന്നത് എങ്ങനെയാണ്? വലിയ തോതിൽ ചലഞ്ച് ചെയ്യാൻ കഴിയാത്ത നിലയിൽ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ വോട്ടർ പട്ടികയ്ക്ക് അരികെ കൊണ്ടുവച്ചാണോ ഈ ഓപ്പറേഷൻ നടത്തുന്നത്? അങ്ങനെ ഇന്ന് സുനിൽകുമാർ പറയുന്നത് കേട്ടു. അപ്പോൾ എന്താ വെച്ചാൽ ചലഞ്ച് ചെയ്യുന്നതിനുള്ള സ്പേസ് കുറയുന്നു, തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്നു, അന്തിമ വോട്ടർ പട്ടികയ്ക്ക് അടുത്ത് വെച്ച ഉന്നയിക്കുന്ന തർക്കങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കാതെ പോകുന്ന സാഹചര്യം വരുന്ന നിലയുണ്ടാകുന്നു. അങ്ങനെ വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു പ്ലാനിങ് ഇതിനകത്ത് ഈ തിരഞ്ഞെടുക്കുന്ന സമയത്തിൻ്റെ കാര്യത്തിൽ അടക്കം ചെയ്തിട്ടുണ്ടെന്നാണോ കരുതുന്നത്? തീർച്ചയായും ശരത്ത്, ഒരു കാര്യം, ഇത് സാധാരണഗതിയിൽ നമ്മുടെ കൊള്ളക്കാരെല്ലാം അല്ലെങ്കിൽ കള്ളന്മാർ ഒരു പ്രദേശത്ത് കക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആദ്യം ഈ സ്ഥലങ്ങൾ നോട്ട് ചെയ്ത് വെക്കുമല്ലോ. അതുപോലെയാണ് ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒഴിഞ്ഞ ഫ്ലാറ്റുകൾ, അതുപോലെ തന്നെ ഒഴിഞ്ഞ വീടുകൾ, കെട്ടിടങ്ങൾ ഇവർക്ക് ചേർക്കാൻ വേണ്ടി കഴിയും. ഇതെല്ലാം ആദ്യം ഇവർ കണ്ടുവെക്കുകയാണ്. ആ കണ്ടുവെക്കുന്ന സ്ഥലത്ത് ഇവർ ബൾക്കായി ചേർക്കാനുള്ള വോട്ടുകൾ, പേരുകൾ, മറ്റ് കാര്യങ്ങളെല്ലാം സ്വരൂപിച്ചു വെച്ച് കരട് വോട്ടർ പട്ടിക വന്ന ശേഷം അന്തിമ വോട്ടർ പട്ടികയിലേക്കാണ് ഇത് വരുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടമാകുമ്പോഴേക്ക് പിന്നീട് ഈ വോട്ടർ പട്ടിക, ഈ ബൂത്തിലേക്ക് ലഭിക്കുന്ന അവസാനത്തെ വോട്ടർ പട്ടിക നമുക്ക് ലഭിക്കുക തെരഞ്ഞെടുപ്പിനോട് തൊട്ടാണ് ലഭിക്കുക. അതായത് ബൂത്തിലേക്ക് മാർക്ക് ചെയ്യപ്പെട്ട വോട്ടർ പട്ടിക ഉണ്ടാവും. ആ മാർക്ക് ചെയ്ത വോട്ടർ പട്ടിക അവസാനമാണ് ലഭിക്കുക. ആ സമയത്താണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. അതുകൊണ്ട് ഇത് ആരും ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു ധാരണ. ആ ശ്രദ്ധിക്കില്ല എന്ന ധാരണയോടുകൂടി ഫ്ലാറ്റുകളൊക്കെ ആകുമ്പോൾ ജനങ്ങളുമായി അങ്ങനെ നേരിട്ട് ബന്ധമുള്ള ആളുകളായിരിക്കില്ല. പലപ്പോഴും പലരും വന്ന് താമസിക്കുന്നതൊക്കെയായി ചിലപ്പോൾ സാധാരണ അത്ര പരിചയമില്ലാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവും. ഈ സാഹചര്യത്തെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്തിമ വോട്ടർ പട്ടികയിലേക്ക് വലിയ തോതിൽ വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ഇവർക്ക് ജയിക്കാൻ ആവശ്യമായ അത്രയും വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. അങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇവർ കൃത്രിമമായ വിജയം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കൃത്രിമമായ വിജയം പലയിടങ്ങളിലും ഉണ്ടാകുന്നു. നമ്മൾ ഓരോയിടത്തും പരിശോധിക്കുമ്പോഴാണല്ലോ ഇത് കാണുന്നത്. ബാംഗ്ലൂരിലുള്ള കാര്യം പരിശോധിക്കുമ്പോൾ ആ മണ്ഡലത്തിലേക്ക് കാണുന്നു. ഇവിടെ നമ്മൾ തൃശ്ശൂരിലേത് പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നു. ഇനി ഈ രാജ്യത്ത് BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ച ഓരോയിടത്തും
ഇത് പരിശോധിക്കുമ്പോൾ എന്തായിരിക്കും സാഹചര്യം? അങ്ങനെ പരിശോധിക്കാനുള്ള സാഹചര്യം പോലും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നില്ല. വെബ്സൈറ്റിൽ പോലും കാര്യങ്ങൾ ഇവർ ഡിലീറ്റ് ചെയ്ത് കളയുന്നു, ആരും പരിശോധിക്കരുത് എന്നുള്ളതുകൊണ്ട്. എന്നാൽ എല്ലാ തെറ്റായ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ BJPക്ക് അനുകൂലമായ നിലപാട് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുകയാണ്. ഒരു B ടീമായി പ്രവർത്തിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഇവരുടെ സ്പോൺസർമാരായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അനുബന്ധ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കഴിയുന്നത്. റൈറ്റ്. ഞാൻ ലാലിലേക്ക് വരുന്നതിന് മുമ്പ് നന്ദു, രണ്ട് കാര്യങ്ങളിൽ താങ്കളുടെ ഒരു മറുപടി ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട്. ഒന്ന്, ഇപ്പോൾ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ പോലും ആളുകളുടെ ഇടയിൽ സംശയം ജനിപ്പിക്കുന്ന, സുപ്രീം കോടതിയിൽ നിന്നടക്കം നിരന്തര ശകാരവും വിമർശനങ്ങളും ഉയരും വിധത്തിലേക്കൊരു ഭരണഘടനാ പദവിയിൽ നിൽക്കുന്ന രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ വിധത്തിലേക്ക് എത്തിച്ചതിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം രാജ്യം ഭരിക്കുന്നവർക്കാണ്, സംശയമില്ല. അത് പല നിലയ്ക്കും വെളിപ്പെട്ട് നിൽക്കുന്നു. ഒന്നാമത്തെ, നിങ്ങൾ നേരിടുന്ന ഏറ്റവും ശക്തമായ വിമർശനം, അത് രാജ്യത്തിൻ്റെ ആശങ്ക കൂടിയാണ്. നേരത്തെ ലാലു പറഞ്ഞതുപോലെ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനം തന്നെ എവിടേക്ക് പോകുന്നു എന്ന വലിയ ചോദ്യം ഉയരുന്നത് അവിടെയാണ്. രണ്ടാമത്തെ കാര്യം, ഈ കരട് വോട്ടർ പട്ടികയ്ക്ക് ശേഷം അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ മാത്രമാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. കരട് വോട്ടർ പട്ടികയിലില്ല. കഴിഞ്ഞ ദിവസം TN പ്രതാപൻ പരാതി കൊടുത്തപ്പോൾ പറയുന്നുണ്ടായിരുന്നു, സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി പോലും സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് അവിടെ വോട്ടറായി വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ കരട് വോട്ടർ പട്ടിക നോക്കിയാൽ ഈ പരിപാടികൾ ഐഡൻറ്റിഫൈ ചെയ്യാതെ നിൽക്കുന്നു. അതിനുശേഷമുള്ള സമയത്ത് വളരെ ആസൂത്രിതമായി അദ്ദേഹം പറഞ്ഞതുപോലെ തെരഞ്ഞെടുത്ത സ്ഥലങ്ങൾ, കണ്ടുവച്ച സ്ഥലങ്ങൾ, ഫ്ലാറ്റുകൾ, ഇതിലൂടെയൊക്കെ വീടുകൾ, പാർട്ടി ഓഫീസുകൾ, ഇതിലൂടെയൊക്കെ കേന്ദ്രീകരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളെ വോട്ടർമാരാക്കി മാറ്റുന്നു. ഇത് അന്തിമ വോട്ടർ പട്ടികയിൽ എത്തുമ്പോൾ വളരെ ചുരുക്കം സമയമേ ഉള്ളൂ. അത് ആ നിലയിൽ ചലഞ്ച് ചെയ്യാൻ കഴിയില്ല. അതാണ് സംവിധാനം. തെരഞ്ഞെടുപ്പിൻ്റെ ആകെ ദിവസങ്ങളും ചുരുക്കി ഇങ്ങനെയൊക്കെയുള്ളൊരു സംവിധാനത്തിലൂടെ നിങ്ങൾ ഇത് ഈ രീതി പയറ്റുന്നു എന്നിന്ന് ആളുകൾക്ക് കുറേ കൂടി ബോധ്യപ്പെട്ടില്ലേ? അതിനെന്ത് മറുപടി പറയും? ഇതിനകത്ത് ഞാൻ ആദ്യം തന്നെ ആ ഘട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഒരു ആക്ഷേപം കരട് വോട്ടർ പട്ടിക, ഇപ്പോൾ സജീഷിനെ പോലെ അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള നേതാക്കന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അത്ര വിഡ്ഢികളല്ല എന്ന ബോധ്യത്തോടു കൂടി വേണം സജീഷിനെ പോലെയുള്ള ആളുകൾ സംസാരിക്കണമെന്ന് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. അത് കാരണം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, കരട് വോട്ടർ പട്ടിക വന്നതിന് ശേഷമാണ് നിങ്ങൾ ഈ പറയുന്ന ഞങ്ങൾ നടത്തിയെന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന മാനിപ്പുലേഷൻ നടന്നിട്ടുള്ളതെങ്കിൽ ആ വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടെത്തി എന്നാണല്ലോ നിങ്ങളുടെ വയ്പ്പ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ. ഞങ്ങൾ ഇലക്ഷന് തൊട്ട് മുന്നേ വരണാധികാരിക്ക് കൊടുത്തു, ഇലക്ഷന് തൊട്ട് മുന്നേ BLOയുടെ കയ്യിൽ കൊടുത്തു, ഇലക്ഷന് തൊട്ട് മുന്നേ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടെത്തി എന്നാണ് CPMൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ഇപ്പം സുനിൽകുമാർ അടക്കമുള്ള അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായാലും TN പ്രതാപൻ എന്ന് പറയുന്ന മുരളീധരനെ അവിടെ തോൽപ്പിച്ച പഴയ MP ആയാലും ഒക്കെ പറയുന്നത് ഞങ്ങൾ നേരത്തെ കണ്ടെത്തി വെച്ചിരുന്നു, പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടിയിട്ട് അതിനെല്ലാം മുക്കിക്കൊടുത്തു എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ ഇപ്പോൾ പറഞ്ഞതും അത്തരത്തിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നന്ദു, അത് കോട്ട് ചെയ്യണ്ട. നിങ്ങൾക്ക് രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. പക്ഷെ ഞാൻ പറഞ്ഞത് CPM-കാരനും കോൺഗ്രസ്സുകാരനും BJP-കാരനും അല്ലാത്ത ഒരു ഇന്ത്യൻ പൗരന് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ചോദ്യം വരുമ്പോൾ നിങ്ങൾ അവരുടെ അക്കൗണ്ടിൽ വേണ്ട. ഞാൻ ഇലക്ഷൻ കമ്മീഷന്റെ അന്തിമ പട്ടികയ്ക്കും ഈ കരട് പട്ടികയ്ക്കും ഇടയിലുള്ള സമയത്തെ വളരെ കൗശലത്തോടെ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ വോട്ടർമാരാക്കി. ഇതിന് നാട്ടുകാരോട് മറുപടി പറയുന്നത് രാഷ്ട്രീയമായ മറുപടിയാണ് പറഞ്ഞത്. ഇലക്ഷൻ കമ്മീഷനെ പോലും സംശയത്തിന്റെ നിഴലിൽ സുരേഷ് ഗോപിയുടെ വോട്ടിനെ നേരത്തെ തന്നെ ചലഞ്ച് ചെയ്തു എന്നാണ് കോൺഗ്രസിന്. താങ്കളാണ് പറയുന്നത് സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നു. ഞാനൊരു മിനിറ്റ്, കരട് വോട്ടർ പട്ടിക കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ അവര് അതിനെ അപ്പം തന്നെ ഈ പറയുന്ന അവിടുത്തെ കളക്ടർക്ക് നേരിട്ട് പരാതി കൊടുത്തു എന്നൊക്കെയാണ് എന്റെ കേസ്. നിങ്ങൾ ഇങ്ങനെ ആ സമയത്തെ ദുരുപയോഗിച്ച് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയില്ലേ? താങ്കളോട് ഞാൻ വളരെ വിനയത്തോടു കൂടി പറയുന്നു, താങ്കൾ രണ്ടുപേർക്കും ഇടപെടാതിരുന്ന താങ്കൾ, ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ ഇടപെടരുത്. ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ ചേട്ടൻ ഇടപെട്ടോ. ഞാൻ ഓരോ വാക്ക് പറയുമ്പോൾ ഇടപെടാതെ ഒരു സഹോദരൻ എന്നുള്ള കൺസെപ്റ്റ് തരണം. ഇനി ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ആ വോട്ടർ പട്ടിക വെച്ചിട്ടാണ് TN പ്രതാപൻ സാർ പരാതി കൊടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ ദ വെരി നെക്സ്റ്റ് ഡേ അവർക്ക് ആ രേഖകളെല്ലാം അവരുടെ കയ്യിലുണ്ട്. വരണാധികാരി, ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾക്ക് വേണ്ടി നിന്നു, BLA ഞങ്ങൾക്ക് വേണ്ടി നിന്നു, എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി നിന്നു. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വാദം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ദ വെരി നെക്സ്റ്റ് ഡേയോ ഒരു 30 ഡേയ്സിനകത്തോ നിയമം നിഷ്കർഷിക്കുന്ന രീതിയിൽ നിങ്ങൾ കോടതിയിൽ പോയില്ല? എന്തിന് 6 മാസവും 1 വർഷവും കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള കപട നാടകവുമായി വരുന്നു? ഇതാണ് എന്റെ ചോദ്യം. ഇത് കേരളത്തിലെ പൊതുസാമാന്യ ഞാൻ മാത്രമല്ല. ഇനി രണ്ടാമത്തെ
ഏതാ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അല്ല, അത് ഞാൻ അതാ നിങ്ങളുടെ പറഞ്ഞത്. രാഷ്ട്രീയ മറുപടിയാണ്. അല്ല, ഞാൻ പറഞ്ഞ രാഷ്ട്രീയ മറുപടിയല്ല, ഞാൻ എന്റെ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം. അല്ല, ഞാൻ വളരെ Yes. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാ പറഞ്ഞത്. Okay, അതായത് clear. കരട് വോട്ടർ പട്ടിക കഴിഞ്ഞിട്ടാണ് വന്നത് എന്ന് നിങ്ങൾ ആരോപിക്കുമ്പോൾ സ്വാഭാവികമായും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം സമയം, ശരി, കരട് പട്ടിക വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻ നടന്നതെന്ന നിങ്ങളുടെ വാദം അങ്ങനെയാണെങ്കിൽ കരട് പട്ടിക വന്നതിന് ശേഷം ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇലക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ഡേറ്റ്സ് ഉണ്ടല്ലോ, 30 ദിവസം വീണ്ടും ഉണ്ടല്ലോ. നിങ്ങൾ അത്തരത്തിൽ മാനിപ്പുലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അത് കണ്ടെത്തി ആ സമയത്ത് അതിന് പോയില്ല? ഇനി ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് പറയുന്ന കേട്ട തോന്നുന്നു സുരേഷ് ഗോപി മാത്രമാണ് ദ ഓൺലി പേഴ്സൺ, അല്ലെങ്കിൽ സുരേഷ് ഗോപി മാത്രമാണ് ഇന്ത്യയിൽ മത്സരിക്കാൻ പോയ സ്ഥലത്ത് വോട്ട് ചേർത്തത്. ഒരു ഡസണിലേറെ നേതാക്കന്മാരുണ്ട്. അത് അതിനകത്ത് CPM നേതാക്കന്മാരുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നേതാക്കൾ അവിടെ കൂടി വോട്ടർമാരാകുന്ന ഒരു സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കിയതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതലയുമായി പോകുന്ന നേതാക്കൾ അവിടെ അവിടെ വോട്ടർമാരാകുക. പാലക്കാടും തൃക്കാക്കരയിലും ഇവിടെയൊക്കെ പോയ നേതാക്കന്മാർ എവിടെയാണ് വോട്ടർമാരായത്? ഞാൻ പാലക്കാട് ഇലക്ഷനിൽ ഫുൾ ടൈം, ഞാനൊന്ന് പറഞ്ഞോട്ടെ, പാലക്കാട് ഇലക്ഷനിൽ ഫുൾ ടൈമറായി പോയ ആളാണ്. അന്ന് സരിന്റെ വോട്ട് ഏത് മണ്ഡലത്തിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് പാലക്കാട് മണ്ഡലത്തിലേക്ക് മാറ്റിയത്? ഞാൻ ചോദിച്ചതല്ല, പോകുന്ന പ്രവർത്തകരും നേതാക്കളും അല്ല, ഞാൻ ചോദിച്ചത് ശരത്തേട്ടാ, അത് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുന്നില്ലേ? ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ നിലപാട് കൃത്യമാണ്. ഞങ്ങളുടെ വോട്ടർമാരായിട്ട് ഇപ്പം സുരേഷ് ഗോപി ആയാലും അദ്ദേഹത്തിന്റെ കുടുംബമായാലും അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി ആ മണ്ഡലത്തിൽ തന്നെ താമസിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു മാസത്തിൽ മിനിമം 15, നിങ്ങൾ നിങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഈ തൃശൂർ നഗരത്തിൽ ഒരു കൗൺസിലറുടെ വീട്ടിൽ എങ്ങനെ വോട്ടറാകുന്നു? അത് ഏത് കീഴ്വഴക്കമാണ്? ഞാൻ പറഞ്ഞോട്ടെ, അതിനെന്ത് മറുപടി? അല്ല, ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം താങ്കൾക്ക് മനസ്സിലായല്ലോ. അതായത് ഞാൻ കാര്യമായിട്ട് പറയുകയാണ്, താങ്കൾ ഇങ്ങനെ ഇടപെട്ട് താങ്കൾ ഉദ്ദേശിക്കുന്ന നറേഷൻ എന്റെ വായിലൂടെ തിരികാം എന്ന് താങ്കൾ ചിന്തിക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യം കൃത്യമാണ്. അതായത് നിങ്ങൾക്ക് ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്ന സരിനെ നിങ്ങൾ പാലക്കാട് ഇലക്ഷനിൽ കൊണ്ടുവന്ന് മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തെ പാലക്കാട്ടേക്ക് നിങ്ങൾ മാറ്റി ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ നിങ്ങൾ പറഞ്ഞ ന്യായം എന്തായിരുന്നു? അദ്ദേഹം 6 മാസത്തിൽ കൂടുതലായി അവിടെ താമസിക്കുന്നു എന്ന് തന്നെയാണെന്നോ പറഞ്ഞ ന്യായം? ശരി. അപ്പൊ ആ ന്യായം, നിങ്ങൾക്കൊരു ന്യായം, മറ്റുള്ള ഒരാൾക്ക് മറ്റൊരു ന്യായം. ഇനി ഒരു കാര്യം കൂടി, ആ വിഷയം മറ്റൊന്നാണ്, ഇതുമായി ബന്ധപ്പെട്ടല്ല. അത് വാർത്തകളിലൊക്കെ ഒരുപാട് വന്നതാണ്, അതിന് സമയം കളയേണ്ടെന്ന് ഓർത്താണ്. പക്ഷെ അവിടുന്ന് ചലഞ്ച് ചെയ്തതുകൊണ്ട് അത് മാത്രം ആയിക്കോളൂ സജീഷ്, അതേക്കുറിച്ച് മാത്രം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ചില കാര്യങ്ങൾ പൊതുവൽക്കരിച്ച് കാണിക്കാനും നിസാരവൽക്കരിച്ച് കാണിക്കാനുമാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം ഇപ്പോൾ ഈ ചൂണ്ടിക്കാണിച്ച കാര്യം. പാലക്കാട് ഇലക്ഷൻ്റെ സമയത്തല്ല, സരിൻ അവിടെ സ്വന്തമായി വീടും വളരെ കൃത്യമായി അവിടെ താമസിക്കുന്നയാളാണ്. വേറെ എവിടെയെങ്കിലും അദ്ദേഹത്തിന് വോട്ടും ഉണ്ടായിരുന്നില്ല. ഇത് അന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. അന്ന് പലരും ഈ വിഷയം എടുത്തിടുകയും ആ വിഷയം ഉന്നയിച്ച ആളുകൾ അത് വെച്ച് ഓടിപ്പോകുന്ന കാഴ്ചയും അന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങളല്ല, അന്ന് കോൺഗ്രസ്സുകാരുൾപ്പെടെ പിന്നീട് ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. അത് വ്യക്തമായി തെളിയിക്കുകയും സരിൻ തന്നെ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വെല്ലുവിളിക്കുകയും ചെയ്തതാണ്. അതിന് മറുപടി നൽകാൻ വേണ്ടി പോലും അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർ കഴിഞ്ഞിട്ടില്ല എന്നതുൾപ്പെടെ ഓർമ്മയുണ്ട്. പക്ഷേ ചില ഓർമ്മകളെ മാത്രം അവിടുന്നും ഇവിടുന്നും എടുത്തിട്ട് തങ്ങൾ ചെയ്തിരിക്കുന്ന ഈ രാജ്യത്തോട് ചെയ്തിരിക്കുന്ന ഒരു മഹാപാതകം, അതിൻ്റെ ഒരു ശൃംഖലയെ ഇല്ലാതാക്കി കളയാമെന്ന് പറയുന്നത്. പിന്നെ ഒറ്റ കാര്യം കൂടി അതിൻ്റെ കൂടെ സൂചിപ്പിച്ച് വെക്കാം. ഇങ്ങനെയല്ലല്ലോ നിങ്ങളുടെ നേതാക്കന്മാർ പലരും സംസാരിച്ചത്. നിങ്ങളുടെ നേതാക്കന്മാർ ഇന്നലെയും മഞ്ഞാന്നും ഒക്കെ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുമ്പോൾ പറഞ്ഞത് ഇഷ്ടമുള്ളയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വോട്ട് ചെയ്യാം. അതെന്താണ് സുഹൃത്തെ? അങ്ങനെയൊരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടോ? ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട്, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഇഷ്ടം തോന്നി, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്തു. പിന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരസ്യപ്രചാരണം അവസാനിച്ചാൽ, സാധാരണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നമ്മളെല്ലാം പോകുന്ന സമയത്ത് അവിടുന്ന് പോയിക്കൊള്ളണം, അവിടെ പിന്നെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. പരസ്യപ്രചാരണം കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചു പോരും. എന്നാൽ ഇവിടെ ആ തിരിച്ചു പോരൽ BJPക്കാർക്കുണ്ടാവുന്നില്ല. തിരിച്ചു പോരലെന്നല്ല, അവർ അവിടെ ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും നേതാക്കന്മാരുടെ വീട്ടിൽ, പാർട്ടി ഓഫീസിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫ്ലാറ്റിൽ അവിടെ താമസിച്ചതല്ല. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അവിടെയുള്ള പൂങ്കുന്നത്തുള്ള ഫ്ലാറ്റിനകത്ത് അദ്ദേഹം താമസക്കാരനല്ല, തെറിച്ചു വീണതാണോ അദ്ദേഹത്തിൻ്റെ വോട്ട്? അപ്പോൾ പറയുന്നതിന് കുറച്ച് ഉത്തരവാദിത്വം വേണം. നിങ്ങൾ ഒരു വശത്ത് വെല്ലുവിളിക്കുകയാണ് നേതാക്കന്മാർ, ഞങ്ങൾ ഇനിയും ചേർക്കും എന്നാണ് ഇന്നലെ ഒരു നേതാവ് പറഞ്ഞത്. ഇനിയും ചേർക്കും, നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. വേറൊരാൾ മിണ്ടുന്നില്ല. ഈ കാര്യത്തിന് മറുപടി പറയേണ്ട വാചാലനായി ഡയലോഗ് അടിക്കുന്ന സുരേഷ് ഗോപിക്ക് മിണ്ടാട്ടമില്ല, മൗനിയായി നടക്കുകയാണ് അദ്ദേഹം. എന്തേ പറയാത്തത്? പറയണ്ടേ? അദ്ദേഹത്തിൻ്റെ മാത്രമാണോ? കുടുംബത്തിൻ്റെത്, സഹോദരൻ്റെത്, ഡ്രൈവറുടേത്, കൂട്ടാളികളുടേത് എല്ലാം ഉണ്ടല്ലോ. ഇങ്ങനെ ബൾക്കായി വന്നു, അതുകൂടി പറയണ്ടേ?
യെസ്, ഇവിടെ അഡ്വക്കേറ്റ് ലാൽകുമാർ നേരത്തെ ഈ വിഷയത്തിൽ ഇപ്പോൾ നേരത്തെ ഞാൻ BJP പ്രതിനിധിയായ നന്ദുവിനോട് പൊതുവായ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സംശയവുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. അദ്ദേഹം അതിന് സ്വാഭാവികമായി CPM പ്രതിനിധി എന്ന നിലയിൽ സജീഷിന് മറുപടി പറയുന്ന രീതിയാണ് എടുത്തത്. ഞാനത് ലാലിലേക്ക് ആ വിഷയം കൊണ്ടുവരികയാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് കൂടി. താങ്കളത് മാത്രമല്ല, ഇതിലൊരു ഗുരുതരമായ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞു. എൻ്റെ ചോദ്യം നേരത്തെ നന്ദുവിനോട് ചോദിച്ച അതേ ചോദ്യമാണ്. അതായത് ഈ കരട് പട്ടിക വരുന്നു, കരട് പട്ടിക ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ സാധാരണ സ്വാഭാവികമായി കേരളത്തിൽ ഒരു വോട്ടർ പട്ടിക പോലെ തന്നെ നിൽക്കുന്നു. വളരെ സൂക്ഷ്മമായി പാർട്ടികളും മുന്നണികളും നോക്കും. എന്നാൽ അതിനുശേഷം അന്തിമ വോട്ടർ പട്ടിക വരുന്നതിനിടയിൽ വളരെ കുറച്ച് സമയം മാത്രം ലഭിക്കുന്നു. ഇതിനിടയിലൂടെ ഈ സമയത്ത് ആളുകളെ വോട്ടർമാരാക്കി മാറ്റുന്നു. ഇത് ചലഞ്ച് ചെയ്യാൻ കഴിയാത്ത ഒരു വളരെ ഷോർട്ട് പീരീഡാണ് വരുന്നത്. ആ സമയത്തെ തൃശ്ശൂരിലെ ഒരു അനുഭവത്തിൽ നിന്ന് കരുതേണ്ടത് എന്താണ്? BJP സമർത്ഥമായി ഉപയോഗിക്കുകയും ഈ തരം വ്യാപകമായി വോട്ടുകൾ ആ കാലയളവിനുള്ളിൽ തിരികെ കയറ്റുകയും ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടുണ്ടല്ലോ. ഞാനത് ഇപ്പം നന്ദു പറഞ്ഞൊഴിയാൻ ശ്രമിച്ചൊരു കാര്യമാണ്. അദ്ദേഹത്തിന് അതിന് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഞാനത് വേറൊരു എക്സാമ്പിൾ വഴി ഇടാം, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേറൊരു എക്സാമ്പിൾ ഇടാം. ലാൽകുമാർ എന്ന് പറയുന്ന വ്യക്തി ദുബായ് താമസിക്കുകയാണ്. ഞാൻ കേരളത്തിൽ വോട്ട് ചെയ്യുന്ന ആളുമല്ല. പക്ഷേ ഈ രാജ്യത്ത് നടക്കുന്ന നയവുമായി ബന്ധപ്പെട്ട് ആ നയവ്യതിയാനങ്ങൾ ആര് ഭരിക്കുന്നു എന്നുള്ളത് എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന, എൻ്റെ ലൈഫിനെയും ലൈവ്ലിഹുഡിനെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ രാജ്യം സംഘപരിവാർ ഭരിച്ചാൽ പോരാ എന്നൊരാഗ്രഹം എനിക്കുണ്ട് താനും. എന്നാൽ ഞാൻ വോട്ടറുമല്ല. ഈ പറയുന്ന കേരളത്തിൻ്റെ മണ്ണിൽ ഈ BJPയിലേക്ക് പോകുന്ന അഡീഷണൽ ആണല്ലോ സുരേഷ് ഗോപി, അല്ലേ? ആ സുരേഷ് ഗോപി BJPക്ക് അനുകൂലമായി ജയിച്ചു പോന്നു. അത് കള്ളത്തരത്തിലാണോ ജയിച്ചത്, ഈ പറയുന്ന തിരിമറിയുടെ ഭാഗമായിട്ടാണോ ജയിച്ചതെന്ന് ദുബായിലിരിക്കുന്ന എനിക്ക് അറിയാനും അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ലേ? അതിന് ഞാൻ ഇലക്ഷൻ പെറ്റീഷൻ CPMുമായിട്ടോ കോൺഗ്രസുമായിട്ടോ ചേർന്ന് ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്താൽ മാത്രമേ ഇത് ചോദ്യം ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താ? ആ പൗരന് അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ലേ? ഉണ്ട്. ഇത് നന്ദു പറയുന്നൊരു പോയിന്റ് എന്താണ്? ഇലക്ഷൻ കഴിഞ്ഞ് 30 ഡേയ്സോ 30 ഡേയ്സാണെന്ന് തോന്നുന്നുണ്ട് എൻ്റെ ലിമിറ്റേഷൻ. ആ ലിമിറ്റേഷനുള്ളിൽ നിങ്ങൾക്ക് ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാറില്ലായിരുന്നോ? നോക്കൂ, 30 ദിവസം കഴിഞ്ഞാണ് ഇവർ കണ്ടെത്തിയെന്നിരിക്കട്ടെ. പാർട്ടി പ്രവർത്തനം തന്നെ എടുക്കുക, പാർട്ടിക്കാരെ തന്നെ എടുക്കുക. CPM അല്ലെങ്കിൽ കോൺഗ്രസ് ഇത് 31ാമത്തെ ദിവസമാണ് കണ്ടത്. അല്ലെങ്കിൽ ആ ലിമിറ്റേഷൻ പീരീഡ് എത്രയാണോ ഞാൻ ലിമിറ്റേഷൻ പീരീഡ് ഓർക്കുന്നില്ല, ആ ലിമിറ്റേഷൻ പീരീഡ് കഴിഞ്ഞാണ് കണ്ടെന്നിരിക്കട്ടെ. അപ്പോഴും രാഷ്ട്രീയമായ ചോദ്യം ചോദിക്കാനുള്ള അവകാശമില്ല. നോക്കൂ, യു ആസ്കിങ് എ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആൻഡ് യു ആസ്കിങ് എ ലീഗൽ ക്വസ്റ്റ്യൻ, ബോത്ത് ആർ ഡിഫറെൻറ്റ് അറ്റ് ടൈംസ്. കാര്യം നിങ്ങൾ കോടതിയെ അപ്രോച്ച് ചെയ്യാനുള്ള ടൈം അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാണിച്ച ഈ പറയുന്ന വൃത്തികേടുകളെ രാഷ്ട്രീയമായി ഈ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടാൻ പറ്റില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് തുറന്നു കാട്ടുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം. BJP ഈ പറയുന്ന നാടകം കളിച്ചാണ് തൃശ്ശൂർ ജയിച്ചത്. ഇത് ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്ന് പൊതുപ്രവർത്തകരോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു. അവിടുത്തെ ലോക്കൽ ലെവലിലുള്ള ആൾക്കാരോട് പറയുന്നു, നിങ്ങൾ കെയർഫുൾ ആകണം. ഈ പറയുന്ന ഇത് അസാധുവായി പോവുമോ എന്നുള്ളത് മാത്രമല്ലല്ലോ അതിൻ്റെ കോൺസിക്വൻസ് ആണോ? അല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ വേറൊരു ഒരു രീതിയിൽ കൂടി ഉദാഹരണം പറയാം. ഇവരുടെ മാനിപ്പുലേഷൻ്റെ ഒരു ട്രിക്ക് ഞാൻ പറയാം. ഇപ്പം നമ്മൾ തൃക്കാക്കര എന്ന് പറയുന്ന സ്ഥലം എടുക്കുക. തൃക്കാക്കരയിൽ പൊതുപ്രവർത്തകർ, നമുക്ക് ഒരുപാട് പൊതുപ്രവർത്തകരുമായിട്ട് നമുക്ക് ബന്ധമുണ്ടല്ലോ. ആ പൊതുപ്രവർത്തകരെല്ലാം പറഞ്ഞൊരു കാര്യം, കോൺഗ്രസിൻ്റെ ആണെങ്കിലും BJPയുടെ ആണെങ്കിലും CPMൻ്റെ ആണെങ്കിലും എല്ലാവരും പറഞ്ഞൊരു കാര്യം, അവിടുത്തെ പ്രചരണത്തിനുണ്ടായ ബുദ്ധിമുട്ട് ഈ ഫ്ലാറ്റുകളാണ്. ഈ ഫ്ലാറ്റുകളിൽ ആരാ താമസിക്കുന്നത്, എപ്പോഴാണ് താമസിക്കുന്നത്, എപ്പോഴാണ് പോകുന്നത്? ഇപ്പം IT സെക്ടറിൽ ജോലി ചെയ്യുന്നവർ വരുന്ന സമയം അറിയത്തില്ല, പോകുന്ന സമയം അറിയത്തില്ല, ആരൊക്കെ താമസിക്കുന്നു, ഇതിനെക്കുറിച്ചൊന്നും പലപ്പോഴും ധാരണയില്ല. അർബൻ സെൻറ്റേഴ്സിൽ പൊതുവെ സംഭവിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്. ഡൽഹി തെരഞ്ഞെടുപ്പുകൾ, ഡൽഹി അർബനിലേക്ക് വരുമ്പം ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ ബാംഗ്ലൂർ വരുമ്പോഴും ഈ അർബൻ സെൻറ്റേഴ്സിലേക്ക് വരുമ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഈ അർബൻ സെൻറ്റേഴ്സ് ഫോക്കസ് ചെയ്താണ് ഇവരെല്ലാം ചെയ്തിരിക്കുന്നത്. കാര്യം എന്താ? നമുക്കിപ്പം എൻ്റെ പഞ്ചായത്ത് എടുക്കുക, ഞാൻ കവിയൂർ പഞ്ചായത്തുകാരാണ്. ഈ കവിയൂർ പഞ്ചായത്തിൽ ഒരു വോട്ട് വെളിയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടുത്തെ CPMൻ്റെ ലോക്കൽ കമ്മിറ്റി അറിയും, എനിക്ക് ഉറപ്പാണത്. അല്ലെങ്കിൽ BJP അറിയും ഇത് ആളെങ്ങനെ വന്നു, എൻ്റെ വോട്ട് 7ാം വാർഡിലല്ലല്ലോ കിടക്കുന്നത്, 8ാം വാർഡിലാണോ കിടക്കുന്നത്. നമ്മൾ അത്ര കൃത്യമാണ് ഇവിടുത്തെ രാഷ്ട്രീയമായിട്ട് ഇതിനെ ചേസ് ചെയ്യുന്നത്, പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം.
അല്ലേ? പക്ഷേ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ അതിലൊരു പറയുന്നത് കാര്യം നമുക്കും കൂടെ അറിയാം. ഒരു കാര്യം അതിലൊരു കാര്യം ഇപ്പോൾ ഫ്ലാറ്റുകളുടെ കാര്യം പറഞ്ഞത്, ഈ അർബനൈസേഷൻ വരുമ്പോൾ ഒരു പട്ടണ സ്വഭാവത്തിലേക്ക് കൂടുതൽ പ്രദേശങ്ങൾ മാറുന്നു, ഫ്ലാറ്റുകൾ വരുന്നു. ഫ്ലാറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ച് വരാറില്ല. ഈ ഉപതെരഞ്ഞെടുപ്പ് പോലുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് തൃക്കാക്കരയൊക്കെ ഫ്ലാറ്റുകളിലേക്കും മറ്റും വോട്ട് ചോദിച്ചു പോയിട്ടുള്ളത്. ഇപ്പം നമ്മളൊക്കെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഘട്ടത്തിൽ ഈ അഭ്യർത്ഥനകൾ പോലും സെക്യൂരിറ്റിയെ ഏൽപ്പിക്കുന്നതാണ് പതിവ്. ഒരു ഫ്ലാറ്റിന് മുമ്പിലേക്കും സാധാരണ തെരഞ്ഞെടുപ്പ് പ്രചാരണം വരാറില്ല. അവിടെ വരുന്ന വോട്ടുകൾ അതുകൊണ്ട് തന്നെ പ്രാദേശികമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് വരും. പക്ഷേ അത് വളരെ സമർത്ഥമായി തൃശ്ശൂരിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു വിപുലമായ പദ്ധതിയുടെ ഭാഗവും കൂടിയാകാം. കാരണം ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കേസുകളും ഒക്കെ കണ്ടാൽ അങ്ങനെ സംശയിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഒരു കാര്യം, അത് നഗരങ്ങളിലേക്കും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോയിട്ടില്ലേ? അവണിശ്ശേരി BJPക്ക് വലിയ സ്വാധീനമുള്ള അവർ ഭരിക്കുന്ന പഞ്ചായത്തിൽ ഒരു വീട്ടിൽ 17 വോട്ട്, അതിൽ 20 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളുടെ രക്ഷകർത്താവ് ഒരു പ്രാദേശിക BJP നേതാവ്. ഇങ്ങനെ ഗ്രാമങ്ങളിലും ചെയ്തിട്ടുണ്ട്, നഗരങ്ങളിൽ മാത്രം നിന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ 1500 ബൂത്തിൽ ശരാശരി ഒരു 100 വോട്ട് വെച്ച് ഈ രൂപത്തിൽ ചേർത്തിട്ടുണ്ട് എങ്കിൽ, നേരത്തെ സജീഷ് സൂചിപ്പിച്ചതുപോലെ അതൊരു വിപുലമായ പ്ലാനാണ്. അങ്ങനെയാണെങ്കിൽ നഗരത്തിലെ കുറച്ച് ഫ്ലാറ്റുകൾ മാത്രവുമല്ല. ഞാൻ അതിനെ എതിർത്തില്ല. എനിക്ക് തോന്നുന്നു, ഞാനൊരു സാധ്യത പറഞ്ഞതാണ് ലാൽ പറഞ്ഞപ്പോൾ. അല്ലല്ല, ഞാൻ ശരത്തേട്ടൻ പറഞ്ഞ പൊസിഷനോട് ഞാൻ എതിർത്തിട്ടില്ല. നോക്കൂ, അത് നടന്നിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇത് നടക്കുന്നതിന് കാരണങ്ങളിൽ ഏറ്റവും വലുതൊന്നും ഇതാണ്. അതെ, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം നമ്മൾ അർബൻ സെൻറ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടല്ലോ, ഹൂ ഇസ് ഹൂ എന്നറിയാൻ പറ്റാത്ത, നമ്മൾ അർബനൈസേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഹൂ ഇസ് ഹൂ എന്നറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. ആ സാഹചര്യത്തിൽ ഇവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് ഈ രാജ്യത്ത് നടന്നിരിക്കുന്ന ഒരു വലിയൊരു നറേറ്റീവിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഇത് ഐ എം നോട്ട് മേക്കിംഗ് എ ഡെഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് അഗെയിൻസ്റ്റ് BJP. നോക്കൂ, ഒരു കാര്യം പറയാം. ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ, നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആരോടാ? ആദ്യത്തെ ചോദ്യം നമ്മൾ ഇപ്പം രാഹുൽ ഗാന്ധി ചോദിച്ചതാണെങ്കിലും ബാക്കിയുള്ള പൊതുപ്രവർത്തകരൊക്കെ ആദ്യം ചോദിച്ചത് BJPക്കെതിരെ അല്ല, ഇലക്ഷൻ കമ്മീഷനെതിരെയാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ആ വിഷയത്തിലെടുക്കുന്ന ഉദാസീനമായ നിലപാട് നമ്മൾ കാണുന്നു. അത് മാത്രമല്ല, അതിനെ ഞാൻ കൂട്ടിച്ചേർത്ത് വായിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഇന്ത്യ കണ്ട കഴിഞ്ഞ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും സുപ്രധാനമായ ജഡ്ജ്മെന്റുകളിലൊന്നായിരുന്നു സുപ്രീം കോടതിയുടേത്. ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതിനകത്ത് ഒരു മെമ്പറാണെന്നുള്ളത്. ഇവർ ആ പൊസിഷൻ അമെൻഡ് ചെയ്ത് മാറ്റി. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ദാറ്റ് ഈസ് വൈ ഐ ആം സെയിങ് ദിസ് ഈസ് എ പാർട്ട് ഓഫ് ലാർജർ നറേറ്റീവ്. അത് ചുമ്മാതെ വന്നിരിക്കുന്ന കാര്യമില്ല. സുപ്രീം കോടതിയുടെ വിധിയെ ബൈപ്പാസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു അമെൻമെന്റ് കൊണ്ടുവന്ന് അവർ സുപ്രീം കോടതി ജഡ്ജിയുടെ ആ പൊസിഷൻ മാറ്റി. ചീഫ് ജസ്റ്റിസ് അതിനകത്തെ മെമ്പറായിരുന്നു. അങ്ങനെ അത് അവിടം തൊട്ട് നമ്മളിത് കാണേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അത് പറഞ്ഞ തൃശ്ശൂർ മാത്രമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല. തൃശ്ശൂരിൽ ഈ പറയുന്ന ഒരു കാര്യം വ്യക്തമായി നടന്നിട്ടുണ്ടോ? ഉണ്ട്. അതിനകത്ത് എനിക്ക് ഒരു സംശയമില്ല. തൃക്കാക്കരയുമായിട്ട് ചെന്നൊക്കെ ബന്ധപ്പെട്ട കാര്യവും ഞാൻ പറഞ്ഞു. അപ്പം ഇത് ഏത് ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏത് പോയിന്റിലാണ് നമുക്കിത് റേസ് ചെയ്യാൻ പറ്റുന്നത്? ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് CPM റേസ് ചെയ്തില്ല, ഈ സമയത്ത് റേസ് ചെയ്തില്ല? ഇത് റേസ് ചെയ്യാൻ ഒരു സമയവുമില്ല, എപ്പോൾ വേണേ റേസ് ചെയ്യാം. അതുകൊണ്ടാണ് 1970കളിലെ കഥ എമർജൻസി ഡിക്ലെയർ ചെയ്തപ്പോൾ അന്ന് ചെയ്തത് ജനാധിപത്യ വിരുദ്ധമായിരുന്നു. നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? രാജ്നാരായൺ കേസ് ഇപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ദ കേസ് ദാറ്റ് ഷുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് ഞാൻ പണ്ടൊരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞു. ആ കേസ് ദാറ്റ് ഷുക്ക് ഇന്ത്യ ഇപ്പോഴും ഈ രാജ്യം വായിക്കുന്നതിന്, പ്രശാന്ത് ഭൂഷൺ എഴുതിയ പുസ്തകം വായിക്കുന്നതിന് കാരണം എന്താ? ഈ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട്, ഇന്ദിരാഗാന്ധി നടത്തിയ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് ആ പറയുന്ന ചർച്ചകൾ പൊതുവെ നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് BJP പറയുന്ന രീതിയിൽ ഈ പറയുന്ന ലിമിറ്റേഷൻ പീരീഡിനുള്ളിൽ തന്നെ നമ്മൾ ഇത് ചർച്ച ചെയ്ത് നിർത്തിക്കോണം, പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അത് തന്നെ ജനാധിപത്യ വിരുദ്ധമാണ്. ശരി, ഞാൻ നന്ദുവിലേക്കാണ് വരുന്നത്. നന്ദു, നേരത്തെ സരിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അന്നത്തെ വാർത്തകൾ, ഞാൻ നേരത്തെ അതിൻ്റെ രാഷ്ട്രീയമായ മറുപടി പറഞ്ഞെങ്കിലും അന്ന് പ്രതിപക്ഷ നേതാവാണ് സരിനെതിരെ ഈ ആരോപണം ഉന്നയിച്ചത്. സരിൻ തീറാധാരം വരെ എടുത്തുവെച്ച്, കരമടയ്ക്കുന്നതിൻ്റെ എല്ലാം എടുത്തുവെച്ച് മറുപടി പറഞ്ഞ് ഭാര്യയും അദ്ദേഹം കൂടിയോ മറ്റൊക്കെ ആ വീട് വാങ്ങിച്ചതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് വാർത്താ സമ്മേളനത്തിൽ ഡോക്യുമെൻ്റ് കാണിച്ചതിന് ശേഷം പിന്നീട് ആരോപണം ഉന്നയിച്ചവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം അത് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞത് അതിൻ്റെ രാഷ്ട്രീയ മറുപടിയൊന്നുമല്ല, അന്ന് വാർത്തകളിൽ കണ്ടൊരു സാഹചര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ ഇതെല്ലാം മാറ്റിവെച്ചാൽ ഒരു കാര്യം നോക്കുന്നുണ്ടു. ഫോം 6 അതെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആ വർഷം ആദ്യം 18 വയസ്സ് തികഞ്ഞവർക്ക് പോലും വോട്ട് ചെയ്യാൻ നമ്മുടെ ജനാധിപത്യം കൊടുക്കുന്ന ഒരു അവസരവും അവകാശവുമാണ്. അതിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ, 79 വയസ്സും 80 വയസ്സ് കഴിഞ്ഞവരെയൊക്കെ ഈ ഫോം 6ൻ്റെ ബലത്തിൽ, അതിലൂടെ നിങ്ങൾ ഈ കരട് പട്ടികയ്ക്ക് ശേഷം അന്തിമ പട്ടികയുടെ ഇടയിലൂടെ നൈസായി തിരികെ കയറ്റിയോ? അതൊക്കെയാണ് ജനം ചോദിക്കുന്ന ചോദ്യം. അങ്ങനൊരു നിലയിൽ മലയാളിക്ക് മുമ്പിൽ തൃശ്ശൂർ നിൽക്കുകയാണ്. അങ്ങനൊരു വലിയ പ്ലാൻഡ് ഓപ്പറേഷൻ്റെ പേരായി തൃശ്ശൂർ നിൽക്കുകയാണിപ്പോൾ.
ശരി, ഞാനിനി താങ്കൾ കുറച്ച് നേരത്തേക്ക് എന്നെ ഇടപെടരുത്. കാരണം വളരെ ലിബറലായി താങ്കൾ മറ്റു രണ്ടുപേരെയും കൈകാര്യം ചെയ്യും. എൻ്റെ എല്ലാ അവസരങ്ങളിലും ഇടപെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ദയവേത് ശരത്തേട്ടനിൽ നിന്ന് അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത്. അതായത് ജനാധിപത്യ വിരുദ്ധം എന്ന വാക്കാണ് അവസാനം ശ്രീ ലാൽകുമാർ അദ്ദേഹം പറഞ്ഞു നിർത്തി. അദ്ദേഹം ചോദിച്ചത് ഒരു സാധാരണക്കാരന് ഇത് അറിയേണ്ട അവകാശമില്ലേ? തീർച്ചയായിട്ടും 30 ദിവസം എന്ന് പറയുന്ന ഒരു ബൗണ്ടറി ലൈനിൽ നിന്നുകൊണ്ടല്ല ഒരു സാധാരണക്കാരൻ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ അതിൽ തർക്കമില്ല. പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എവിടെയായിരുന്നു? ഞാൻ റൈസ് ചെയ്ത ഇഷ്യൂ നേരത്തെ ഞങ്ങൾ കണ്ടുപിടിച്ചിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞവരോടാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് നീതി ലഭിക്കുമായിരുന്നു. നിങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ വെരി നെക്സ്റ്റ് ഡേ നിങ്ങൾ കോടതിയിലേക്ക് പോയിരുന്നെങ്കിൽ കൃത്യമായ നീതി ലഭിക്കുമായിരുന്നു. അത് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയധികം വൈകിപ്പിച്ചു എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഞാനൊരു കോമൺ മാനോടല്ല ചോദിച്ചത്. രാഷ്ട്രീയമായി ഇതിനെ പറഞ്ഞ ആളുകളോടാണ് ഞാനത് ചോദിച്ചത്. കോമൺ മാനോട് അങ്ങനെ ചോദിക്കുന്ന ഒരു ജനാധിപത്യ വിരുദ്ധ നിലപാട് ഞങ്ങൾക്കില്ല. ഞങ്ങൾ ആ നിലപാട് ഉറച്ചു തന്നെയാണ് പറയുന്നത്. ഒരു ജനാധിപത്യ വിരുദ്ധ നിലപാട് ഞങ്ങൾക്കില്ല. ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കലി ഇത് റൈസ് ചെയ്ത ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? ഇതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ശ്രീ എസ് കെ സജീഷ് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്, പാലക്കാട് ഞങ്ങളെല്ലാം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അതായത് സരിൻ വോട്ടേ ചെയ്തിട്ടില്ല. സരിൻ ആദ്യമായി വോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വരുമ്പോഴാണ് വോട്ട് ചെയ്തെന്നുള്ള നിലയ്ക്കാണ് ശ്രീ എസ് കെ സജീഷ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. എസ് കെ സജീഷ് മനസ്സിലാക്കേണ്ട, അദ്ദേഹം മുമ്പ് മത്സരിച്ചിരുന്നു പാലക്കാട് ഒരു നിയോജക മണ്ഡലത്തിൽ. അന്ന് അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. വോട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും പാലക്കാട്ട് അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മുന്നേ വോട്ട് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം വോട്ട് മാറ്റി. ഇങ്ങനെ തന്നെയാണ് ഞാനും അതിനെ പറഞ്ഞത്. അപ്പോൾ അത് മാറ്റിയത് തെറ്റല്ല. അതിന് വേണ്ടിയിട്ട് എന്തിനാണ് പച്ചക്കള്ളം വിളിച്ച് പറയുന്നത്? ഇത് രണ്ടാമത്തെ വിഷയം. ഇനി മൂന്നാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം റൈസ് ചെയ്യാൻ കുറേ നേരം കൊണ്ട് താങ്കൾ അതിലേക്ക് പോവുകയാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുന്നേ താങ്കൾ എന്നെ ഡൈവേർട്ട് ചെയ്യുകയും ചെയ്യും. അതായത് ഈ ഫോം 6 പറ്റി താങ്കൾ ഒരു ആശങ്ക പറയുകയാണ്. അതായത് ഫോം 6 എന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞ ആൾക്ക് മാത്രം വോട്ട് ചേർക്കാനുള്ള ഒരു ഫോം ആണെന്നുള്ള നിലയിലാണ് താങ്കളും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ അതിനെ എല്ലാ അർത്ഥത്തിലും എതിർക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ താങ്കളോട് പറയാം. ഇപ്പം നമ്മുടെ നാട്ടിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലേക്ക് വോട്ട് ചേർക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. താങ്കളൊന്ന് അന്വേഷിച്ച് നോക്കണം. CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും 3 പേരും ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പട്ടികയിൽ ഉൾപ്പെടാതെ, അല്ലെങ്കിൽ പട്ടികയിൽ കാലാകാലങ്ങളിൽ വെട്ടിമാറ്റപ്പെട്ടവരും, അല്ലെങ്കിൽ പല ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വെട്ടിമാറ്റിയവരെയും ഇത്തവണയും പല പാർട്ടികളും തിരിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ BJP മാത്രമല്ല, കോൺഗ്രസ് ചേർത്തിട്ടുണ്ട്, CPM ചേർത്തിട്ടുണ്ട്, എല്ലാവരും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേർക്കുന്ന ആളുകൾ ചിലപ്പോൾ 40 വയസ്സുള്ളവരായിരിക്കാം, 50 വയസ്സുള്ളവരായിരിക്കാം. പക്ഷേ അവർക്കെല്ലാം ചേരാൻ സാധിക്കുന്ന ഫോം അതൊന്നും മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറൊരു ഫോം, പ്രത്യേകം ഒരു ഫോം 6 അല്ലാതെ വേറൊരു ഫോം ഇലക്ഷൻ കമ്മീഷൻ വച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ ഉണ്ടെന്ന് താങ്കൾ തെളിയിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് താങ്കൾ എന്നോട് പറഞ്ഞാൽ ആ ഫോം ഉപയോഗിച്ചുകൊണ്ട് ഇനി മുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. ഇനി വോട്ട് തിരുമറി, നിങ്ങൾ വളരെ വളരെ ഒരു ഗൂഢസംഘം പോലെ ഇരുന്നു കൊണ്ട് BJPയുടെ നേർക്ക് നിങ്ങൾ തൊടുത്തു വെക്കുന്ന ഈ ആരോപണങ്ങളുണ്ടല്ലോ, ഞാൻ വളരെ സിമ്പിളായ ഒരു ചോദ്യം ചോദിക്കുന്നു. നമുക്ക് ഇത്രയും കാലത്തേക്ക് മുന്നോട്ടൊന്നും പോകേണ്ടതാ, ഇപ്പോൾ തൊട്ടടുത്ത് നമുക്ക് സംസാരിക്കാം. ഈ തൊട്ടടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ, നമ്മൾ ഇരിക്കുന്ന, ഞാനും താങ്കളും ഒക്കെ ഇരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ, ആ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ഭീമാപ്പള്ളി എന്ന് പറയുന്ന വാർഡിൽ ഡീലിമിറ്റേഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാരും ഡീലിമിറ്റേഷൻ കമ്മീഷനും നൽകിയിട്ടുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് 9,000-ൽ പരം ആളുകൾ ജീവിക്കുന്നു എന്നാണ്. പക്ഷേ അവിടെ വോട്ട് ചേർത്ത് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കരട് വോട്ടർ പട്ടിക വരുമ്പോൾ, ആ വോട്ടർ പട്ടിക, ഡ്രാഫ്റ്റ് വോട്ടർ പട്ടിക വരുമ്പോൾ അതിനകത്ത് ഏതാണ്ട് 16,000-ഓളം വോട്ടർമാരുണ്ട്. ഇത് ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞത് സ്വാഭാവികമായും അതിനെ നമുക്ക് പരിശോധിക്കാം, പരിഗണിക്കാം, അത് മറ്റു കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെയാണ് രാഷ്ട്രീയമായി നിങ്ങൾ പറഞ്ഞത്. ഞാൻ അതാണ് പറഞ്ഞത്, അത് പരിശോധിക്കാം എന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് ഞാനല്ലേ പറഞ്ഞത്. ഞാൻ വേറെ തൃശ്ശൂരിൽ ഈ കരട് വോട്ടർ പട്ടികയ്ക്ക് ശേഷമാണ് നടന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും സംശയങ്ങളും നിങ്ങളടക്കം ആരൊക്കെയോ ഉന്നയിക്കുന്നു. അത് പരിശോധിക്കാമെന്ന് പറയുന്നു. പക്ഷേ തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഉപയോഗിച്ചത് മറുതന്ത്രമാണ്. വളരെ സന്തോഷം, വളരെ സന്തോഷം. അല്ല, ശരത്തേട്ടൻ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരത്തേട്ടൻ ഇതിനകത്ത് പറയുന്ന എല്ലാ പോയിന്റുകളും ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ റൈസ് ചെയ്യുന്ന പോയിന്റുകൾ പറയാൻ മുന്നോട്ട് പോകണം. കാരണം അതിനകത്ത് വിഷയം നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന 3 പേരും കൂടി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവ്, ഒരു ജനാധിപത്യം എന്ന് പറയുന്ന വാക്ക് മറ്റു ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ ഞാൻ ചോദിക്കുന്നത്, ആരാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന നിലപാട്, അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ഇലക്ഷനുകളുടെ വിശ്വാസ്യത തകർക്കുന്നത് ആരാണ്? വോട്ടർ പട്ടിക ആദ്യം പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷന്റെ ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആയിരുന്നു പ്രശ്നം
പ്രശ്നം. ആ വോട്ടിംഗ് മെഷീൻ നിങ്ങൾ ജയിക്കുമ്പോൾ നല്ലതും തോൽക്കുമ്പോൾ മോശവും എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവരെ ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ജസ്റ്റിസിനെ അടക്കം ഒഴിവാക്കുന്ന അങ്ങനെ ശരത്തേട്ടാ, അതിൽ ഞാൻ വളരെ അതായത് ഞാൻ സംസാരിക്കുമ്പോൾ മാത്രമാണ് താങ്കൾ ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകുന്ന താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ പറയുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താങ്കൾ ഞാൻ പറഞ്ഞ ഇഷ്യൂ എന്താണ്? ഏറ്റവും സീരിയസ് മാറ്റർ ആണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? വോട്ടർ പട്ടിക റിലേറ്റ് ചെയ്ത് ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയൊക്കെയാണ് ചോദിച്ചത്. ഞാൻ ആ ചോദ്യത്തിലേക്ക് മറുപടി പറയുന്നത്. അതായത് ആദ്യ വോട്ടിംഗ് മെഷീൻ ആയിരുന്നു കംപ്ലൈന്റ്. അത് റൈസ് ചെയ്ത് കുറെ ദിവസം കൊണ്ടുപോയി. അത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇത് ഹാക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഹാക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞ അവസരങ്ങൾ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് അവസരം കൊടുത്തു. ഒരാൾ പോലും ആ ഹാക്കിംഗ് ആ പറഞ്ഞ നയത്തിലേക്ക് വന്നില്ല. ഞാൻ ആദ്യം സജീഷിലേക്ക് വരുമ്പോൾ, സജീഷ് നേരത്തെ BJP നേതാക്കൾ തന്നെ ഈ സാഹചര്യത്തെ അഡ്മിറ്റ് ചെയ്യുന്ന, ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യുന്ന നിലയിൽ പ്രതികരിക്കുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ. ഇന്നലെ ഒരു ചർച്ചയിലടക്കം ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, വിജയപ്രതീക്ഷയുണ്ട്, ഞങ്ങളെല്ലാവരെയും അവിടെ എത്തിച്ചു, ആളുകളെ എത്തിച്ചു, ഞങ്ങളത് ചെയ്തു. സുരേഷ് ഗോപിക്ക് അവിടെ വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം വോട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമെന്ന് മറ്റൊരു നേതാവ് പറഞ്ഞു. എന്ന് വെച്ചാൽ വലിയ തോതിൽ BJP ഏതാണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ടോ ഈ സാഹചര്യത്തിൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ? തീർച്ചയായും തുറന്ന് കാട്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, തുറന്ന് കൂടുതൽ കാട്ടപ്പെടേണ്ടതുമുണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ ആവശ്യമാണ്. പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായും ഒന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട വിഷയം, ഇവിടെ അദ്ദേഹം BJPയുടെ പ്രതിനിധി ശ്രീ നന്ദു, അദ്ദേഹം ഫോം 6-ൻ്റെ സാങ്കേതികത്വവും സരിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ലഘൂകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സരിൻ്റെ വിഷയമൊക്കെ പറഞ്ഞ VD സതീശൻ ഓടിയ വഴിക്ക് പുല്ല് മുളച്ചിട്ടില്ല എന്നുള്ള വേറെ വിഷയം, അതിവിടെ ചർച്ച ചെയ്യേണ്ടതില്ല. അദ്ദേഹം അത് കൊണ്ടുവരികയാണ്. ഇവിടെ പ്രശ്നം എന്താണ്? നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞത് ഒരു സുതാര്യത നഷ്ടപ്പെട്ടു പോകുന്നു എന്ന ആശങ്കയാണ് പ്രകടിപ്പിച്ചത്. വോട്ടർമാരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. എവിടെ ഇത് തുടങ്ങി? ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനാ ബെഞ്ചിനെ മറികടന്നുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമനത്തിൽ മോദി തീരുമാനിക്കുന്നയാളും പ്രതിപക്ഷ നേതാവുമാക്കി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി, എന്നിട്ട് തോന്നിയയാളെ തീരുമാനിച്ചു. ഇത് ഒരു മറയായിരുന്നു. ആദ്യ പടിയിൽ ഒന്നാണത്. രണ്ടാമത്തേത്, ഇവിടെ പണമൊഴുക്കാൻ വേണ്ടി, ഈ പ്രവർത്തനം മുഴുവൻ നടത്താൻ വേണ്ടി പണമൊടുക്കുന്നതും ഒരു മറയുടെ കീഴിൽ, അതായിരുന്നു ഇലക്ഷൻ ബോണ്ട്. അതും സുപ്രീം കോടതി ഇടപെട്ട് റദ്ദാക്കിയപ്പോഴാണ് കോടാനുകോടി കോർപ്പറേറ്റുകളിലും മറ്റുമായി വാങ്ങി സൂക്ഷിച്ചിട്ടാണ് ഈ രാജ്യത്ത് ജനാധിപത്യ അട്ടിമറി നടക്കുന്നത് എന്നത് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട വിഷയം ലോകമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പല ലോക രാജ്യങ്ങളും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒഴിവാക്കിയ സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള മറ്റൊരു കാര്യം. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇവിടെ വളരെ കൃത്യമായി BJPയുടെ സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ ചേർത്ത് വെച്ച വോട്ടുകൾ, കുടുംബത്തിൻ്റെ വോട്ടുകൾ ഇവിടെ ഏതെങ്കിലും സ്ഥലത്തല്ല, ഇവരുടെ പാർട്ടി ഓഫീസിൽ നാട്ടികയിൽ അപ്പുറത്ത് വേറെ ഒന്ന് കാണുന്നത് 17 വോട്ടർ. ആ 17 വോട്ടർക്ക് അച്ഛനും ഭർത്താവുമായിട്ട് BJPയുടെ ഒരു നേതാവ് ഇരിക്കുകയാണ്. ഇതെല്ലാം ഏത് രീതിയിലാണ്? അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ നിസ്സാരവൽക്കരിക്കരുത്. ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ കേവലമായ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തോ അല്ല, ഇവർ മുഴുവൻ ബൂത്തുകളെയും സ്ക്രീൻ ചെയ്തു. കള്ളന്മാർ എങ്ങനെയാണോ കക്കാൻ ഇറക്കുന്നത് അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും കൃത്യമായി കോട്ട കൊടുത്ത് കള്ളവോട്ട് ചേർക്കുന്നത് പോലെയുള്ള കാര്യം കൃത്യമായി നിർവഹിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയത്. പിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, നേരത്തെ പരാതി കൊടുത്തിരുന്നല്ലോ എന്നിട്ട് പിന്നെ മുന്നോട്ട് പോയില്ലേ, എന്താണ് കേസ് കൊടുക്കാതിരുന്നതാണ്. ഈ പറഞ്ഞ പൂങ്കുന്നത്ത് ഉൾപ്പെടെയുള്ള കാര്യം, ശ്രദ്ധയിൽപ്പെട്ട കാര്യത്തിന് പരാതി കൊടുക്കുകയും റെസീറ്റ് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്, ഒപ്പിട്ട റെസീറ്റ് തന്നെ. പക്ഷേ എന്താണ് സംഭവിച്ചത്? തുടർ നടപടികൾ ഉണ്ടായില്ല. പക്ഷേ ഇത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് അന്ന് കണ്ടത്. പക്ഷേ ഇപ്പോൾ മഞ്ഞുമല പൂർണ്ണമായി ഈ ഇലക്ഷൻ കമ്മീഷന്റെ സുപ്രീം കോടതിയുടെ എല്ലാം ഇടപെടലിന്റെ ഭാഗമായി ഈ വെള്ളം അങ്ങ് താഴോട്ട് ഊറിപ്പോയപ്പോഴാണ് ഈ മഞ്ഞുമല തന്നെ പുറത്തു വന്നത്. അന്ന് കാണുന്നത് മഞ്ഞുമലയുടെ അറ്റമാണ്. ഇന്ന് ജനാധിപത്യത്തിൽ ഈ ഇവിടെ എന്താണ് സുപ്രീം കോടതി കള്ളവോട്ടിനെ കുറിച്ചുള്ള ചർച്ച, അതിന്റെ ഭാഗമായി തെളിവ് സഹിതം തൃശ്ശൂരിൽ നിങ്ങൾ പിടിക്കപ്പെട്ടത് കൊണ്ടല്ലേ നിങ്ങളുടെ കേന്ദ്ര സഹമന്ത്രി സ്ഥലം MP മിണ്ടാതിരിക്കുന്നത്? അദ്ദേഹം മിണ്ടുന്നേ ഇല്ലല്ലോ. അത് തന്നെ വലിയൊരു പ്രശ്നമല്ലേ, ആളുകൾക്കിടയിൽ തോന്നുന്ന വലിയ സംശയമല്ലേ?
തെളിവ് സഹിതം പിടിക്കപ്പെട്ടത് കല്യാശ്ശേരിയിലെ CPM ആണ്. അത് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ സുരേഷ് ഗോപി തൃശ്ശൂരല്ലേ? എത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയാലും കേരളത്തിന്റെ പൊതുബന്ധാവിന് കാര്യങ്ങൾ എന്താണ് സുരേഷ് ഗോപി മിണ്ടാത്തത്? നിങ്ങളുടെ മന്ത്രി ചേട്ടാ സുരേഷ് ഗോപി എന്തേ മിണ്ടാത്തത്? ചേട്ടൻ എന്റെ 1 മിനിറ്റ് സുരേഷ് ഗോപി എന്താണ് മിണ്ടാത്തത്? എന്റെ ചോദ്യം അതാണ്. അല്ല ചേട്ടൻ എന്റെ 1 മിനിറ്റ് സംസാരിച്ചാൽ സുരേഷ് ഗോപി എന്താണ് പ്രതികരിക്കാത്തത്? എന്റെ ചോദ്യം അതാണ്. ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. കൃത്യമായി മറുപടി പറയേണ്ട പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. ആ മറുപടി കൃത്യമായി എവിടെയൊക്കെയാണോ പറയേണ്ടത് അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഞങ്ങൾ അത് വളരെ സുതാര്യമായി തന്നെയാണ് പറഞ്ഞത്. റെസിപ്റ്റ് കയ്യിലുണ്ട്, നിങ്ങൾ ഒപ്പിട്ട് വാങ്ങി കയ്യിൽ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോക്കറ്റിൽ നിന്ന് അത് എടുത്തിട്ട് ഹൈക്കോടതിയിലേക്ക് പോകാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറഞ്ഞില്ല. സുരേഷ് ഗോപി മറുപടി പറയണേ. നിങ്ങളുടെ തെളിവുണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നേ? തെളിവുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലിരിക്കുന്ന മന്ത്രിയല്ലേ പറയണ്ടേ? അല്ല 1 മിനിറ്റ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട ശരത്തേട്ടാ. താങ്കളെ കുറിച്ച് എനിക്കൊരു ആരോപണമുണ്ട്. ആ ആരോപണത്തിനെല്ലാം താങ്കൾ മറുപടി പറയണമെന്നില്ല. എനിക്ക് ആരോപണമുണ്ട്, എന്റെ തെളിവുണ്ട്. ഞാൻ പറയുന്നത് എന്റെ തെളിവുണ്ട്. താങ്കൾ ഒരു കള്ളനാണെന്ന് എന്റെ തെളിവുണ്ട്. അദ്ദേഹത്തിന്റെ ജയവുമായി ബന്ധപ്പെട്ട വലിയ സംശയങ്ങൾ നിലപാട് കേൾക്കണം. ബിജെപിയുടെ അല്ല. എന്തുകൊണ്ട് സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ല? അതാ പറഞ്ഞത്. ഇപ്പൊ താങ്കൾ കള്ളനാണ്, താങ്കളെ കുറിച്ച് താങ്കൾ കള്ളത്തരം നടത്തിയ തെളിവ് എന്റെ കയ്യിലുണ്ട്. അങ്ങനെ എന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ഞാൻ കോടതിയിൽ കൊടുത്ത് താങ്കൾക്കെതിരെ നടപടിയിലേക്ക് പോകണമെന്നേ. സുരേഷ് ഗോപി എന്ന സ്ഥലം MP നന്ദു BJP നേതാക്കൾ പറയുന്നുണ്ട്. സിനിമയിൽ ഇപ്പൊ പൊട്ടിക്കുന്നു പറഞ്ഞിട്ട് കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. നിങ്ങളൊന്ന് പൊട്ടിക്കുന്നേ. നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്നതിന് പകരം കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നതിന് പകരം നിങ്ങൾ പൊട്ടിക്കാനുള്ള ധൈര്യം കാണിക്കും. ഞങ്ങൾ ചലഞ്ച് ചെയ്തല്ലേ പറയണേ. നിങ്ങൾ പൊട്ടിക്കാൻ ധൈര്യം കാണിക്കും. കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ മൗനം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതുതന്നെയാണ് തൃശ്ശൂരിലെ വിഷയത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നത്. അദ്ദേഹത്തിന് ഒരു വരി കൊണ്ട് പോലും ഈ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല, ഒരു ന്യായീകരണവും പറയാൻ കഴിയുന്നില്ല. മൗനം തുടരുന്നു. BJP നേതാക്കൾക്കാകട്ടെ ഇക്കാര്യങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് ഉയർന്നു വന്ന തെളിവുകളെയും സംശയങ്ങളെയും ഖണ്ഡിക്കാനും മറുപടി പറഞ്ഞ് നിൽക്കാനും കഴിയാത്ത പൊതു സാഹചര്യം രൂപപ്പെട്ട് തന്നെ മുന്നോട്ട് പോവുകയുമാണ്. 3 പേർക്കും വളരെയധികം ന്യൂസ് ആൻഡ് വ്യൂസുമായി സഹകരിച്ചതിന്.